ഈശാവാസ്യോപനിഷത്ത്. അതിന് ശാന്തിമന്ത്രം, അതാണ് നമ്മൾ തുടങ്ങിയത്. പൂർണ്ണമതഃ എന്നുള്ള പദമാണ് വ്യാഖ്യാനിച്ചത്. അധഃ പൂർണ്ണം എന്നാണ്. അധഃ അത് പൂർണ്ണം, അത് പരമാത്മാവ്, അത് പൂർണ്ണമാണ്, സ്വയം പ്രകാശിച്ച് പരിപൂർണ സ്വരൂപത്തിൽ നിലനിൽക്കുന്നതാണത്. അടുത്ത് വരുന്നു ഇദം പൂർണ്ണം. അടുത്തത് ഇദം, ഇദം അസ്തു സന്നികൃഷ്ടേ, സന്നികൃഷ്ടമായത്. വിപ്രകൃഷ്ടം എന്ന് പറയുന്നതിന്റെ വിപരീതമാണ് സന്നികൃഷ്ടം. സന്നികൃഷ്ടം എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്, വിപ്രകൃഷ്ടം എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത്. അപ്പം അധശബ്ദത്തിന്റെ വിപരീതമായ അർത്ഥമുള്ളതാണ് ഇദം ശബ്ദം. ഇദം നമുക്ക് സമീപത്തുള്ളത് പൂർണ്ണം, പൂർണ്ണമാണ് എന്നാണ്. ഇത് തന്നെ അടുത്ത മന്ത്രത്തിലും പറയും. ഈശാവാസ്യം ഇദം സർവം, അവിടെയും വരുന്നുണ്ട് ഇദം, ഇവിടെയും വരുന്നുണ്ട് ഇദം പൂർണ്ണം. അവിടെ പറയുന്നു ഇദം സർവം ഈശാവാസ്യം, ഇവിടെ പറയുന്നു ഇദം പൂർണ്ണം. രണ്ടിന്റെയും ആശയം ഒന്ന് തന്നെ. ഇദം പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത്, വ്യാപകം, സർവത്ര നിറഞ്ഞു നിൽക്കുന്നത്, സ്വയം പ്രകാശിക്കുന്നത് എന്നർത്ഥം. ഇദം എന്ന് പറയുന്ന ശബ്ദം സർവത്ര, പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇദം, ഇത്, പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിലാണ്. ജീവൻ എന്നുള്ള അർത്ഥത്തിന് ഇദം പ്രയോഗിക്കും. പക്ഷെ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ ജീവനും അന്തർഭവിച്ചു. പ്രപഞ്ചം, ജഗത്, ഉപനിഷത്തിൽ പറയും യത്കിഞ്ച ജഗത്യാം ജഗത്, ലോകം മുഴുവൻ എന്നുള്ള അർത്ഥത്തിൽ ജഗത്യാം ജഗത്. അത് തന്നെ ഇവിടെ ഇദം ശബ്ദം കൊണ്ട് പറയുന്നു. അപ്പോൾ പരമാത്മാവ് ഒഴികെയുള്ള അല്ല, അത് ഇദം ശബ്ദം കൊണ്ട് പറയാം. പരബ്രഹ്മ ഒഴികെയുള്ള സർവ്വതും ഇദമായി. അല്ലെങ്കിൽ വേറൊരു രീതി പറയാം, സ്രഷ്ടാവും സൃഷ്ടിക്കപ്പെട്ടതും. സ്രഷ്ടാവായി അധഃ പരമാത്മാവ്, സൃഷ്ടികർത്താവ് അധഃ ശബ്ദം കൊണ്ട് പറഞ്ഞു പരമാത്മാവ്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഇദം, ജീവന്മാരുൾപ്പെടെയുള്ള സർവ്വവും, അതെല്ലാം ഇദമായി, അതും പൂർണ്ണമാണെന്നാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. സൃഷ്ടി വരുമ്പോൾ അതിനൊരു സൃഷ്ടികർത്താവും വേണം. അതിന് അധശബ്ദം കൊണ്ടും പറഞ്ഞു. സ്രഷ്ടാവും സൃഷ്ടിയും രണ്ടും പൂർണ്ണമാണ്. എന്നാൽ ഈ ജഗത്ത്, ഈ പ്രപഞ്ചം എന്തിൽ നിന്നാണോ ഉണ്ടായത് അത് പരിപൂർണമാണ്. ആ പൂർണ്ണതയിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചവും പൂർണ്ണം തന്നെ. ഇതിന് യാതൊരു ന്യൂനതയ്ക്കും അവകാശമില്ല, ഇതിന് യാതൊരു പരിച്ഛിന്നതയില്ല. ഇതാ പരമാത്മസ്വരൂപം തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് പൂർണ്ണമാണ്. അപ്പൊ അദ്വൈതികൾ പറയും ജഗത് മിഥ്യ. പൂർണ്ണമെന്ന് പറയുമ്പോൾ അതുമായിട്ട് വിരോധം വരുന്ന കാര്യമില്ല. അദ്വൈത സിദ്ധാന്തത്തിന്റെ പരമമായ താല്പര്യം പരിശോധിക്കുമ്പോൾ ജഗത് മിഥ്യ എന്ന് പറയുന്നതും ജഗത് സത്യം എന്ന് പറയുന്നതിനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ജഗത് മിഥ്യ എന്ന് പറഞ്ഞാലും ജഗത് സത്യം എന്ന് പറഞ്ഞാലും താല്പര്യം ഒന്ന് തന്നെ. പരമാത്മസ്വരൂപം ആയിട്ട് ഈ പ്രപഞ്ചം സത്യം തന്നെ. ഇതിനെ മറ്റെന്തെങ്കിലുമായിട്ടാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ കാണൽ മിഥ്യ എന്ന് ഞാൻ അർത്ഥമാണ്.
അതുകൊണ്ട് ഈ സത്യം മിഥ്യാവാദവും തമ്മിൽ പരമാർത്ഥത്തിൽ വിരോധമില്ല. ആത്മീയ വേദം സർവം ഉപനിഷത്തിൽ പറയും. ഇതം സർവം ആത്മാ ഏവ പരമാത്മാ ഏവ എന്നാണ്. ഇതം സർവോടെയും പറയുന്നുണ്ട്. ആത്മീയ വേദം സർവം, ഇത് സർവവും ആ പരമാത്മാവ് തന്നെ. ഇത് സർവവും പരമാത്മാവ് തന്നെ. അപ്പൊ പരമാത്മാവ് മിഥ്യയാണോ? അല്ല, സത്യം തന്നെ. ഇത് സർവവും സത്യം തന്നെ. അങ്ങനെ പറയുന്നതിനും വിരോധമില്ല. ഇതിനെ പരമാത്മാവ് അല്ലാതെ കാണുകയാണെങ്കിൽ അവിടെ പറയുന്നുള്ളൂ ഇത് നിങ്ങളുടെ ആ കാഴ്ച തെറ്റാണ്. ഇതിനെ പരമാത്മാവായി കാണാൻ കഴിയുന്നില്ല. ലൗകിക ദൃഷ്ടിയിലൂടെ നോക്കുന്ന ഒരാളിന് ഇതിനെ പരമാത്മാവായി കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആ കാഴ്ച, നിങ്ങളുടെ കാണൽ, അത് തെറ്റാണ്. എന്നാണ് മിഥ്യാവാദത്തിന്റെ താല്പര്യം. അതുകൊണ്ട് പരമാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ഇതം പൂർണ്ണം, ഈ പ്രപഞ്ചം പൂർണ്ണം തന്നെ, പരിപൂർണം തന്നെ. പൂർണ്ണം എന്ന് പറയുമ്പോൾ പരമാത്മാവ് തന്നെ എന്നാണ്. ഈശാവാസ്യോപനിഷത്തിന്റെ ആദ്യത്തെ മന്ത്രം, അതിന്റെ മുഴുവൻ താല്പര്യവും ഈ രണ്ട് പദങ്ങളിലായിട്ടിരിക്കുകയാണ്. ഇതിന്റെ ആശയത്തെ തന്നെയാണ് അവിടെ വിശദീകരിക്കുന്നത്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. അതായത് ഈശ്വരൻ ഏകനാണ്, പൂർണ്ണനാണ്, സർവവ്യാപി ആണ്. ഇതെല്ലാം ഈശ്വരനെ കുറിച്ച് സങ്കല്പിച്ചാൽ പിന്നീട് ഇവിടെ രണ്ടാമതൊന്ന് അപൂർണമായി, അന്യമായി, വേറൊന്ന് ഇവിടെ നിലനിൽക്കാൻ ഇടമില്ല. അപ്പോൾ ഇവിടെ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിൽ ഭേദമില്ല. സൃഷ്ടികർത്താവിൽ നിന്ന് അന്യമായ ഒരു സൃഷ്ടിയില്ല. ഒന്ന് തന്നെ പല രൂപത്തിൽ നിൽക്കുന്നു എന്നാണ് ഉപനിഷത്തിലും പറയുന്നത്. സർവം ഖലു ഇദം ബ്രഹ്മ എന്ന് പറയുന്നത് തന്നെയാണ്. ഇദം സർവം ബ്രഹ്മ ഖലു എന്നാണ്. ഇദം സർവം, അവിടെയും ഇദം ശബ്ദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തെ, ജീവന്മാരെ എല്ലാത്തിനെയും ഉദ്ദേശിച്ച് പറയുകയാണ്. ഇദം സർവം ബ്രഹ്മ ഖലു, ഇതെല്ലാം ആ പരമാത്മാവ് തന്നെ. അത് തന്നെ ഇവിടെയും പറയുന്നു. ആവർത്തിച്ച് ആവർത്തിച്ച് ആ ഒരേ കാര്യം തന്നെ പറയും. ഇദം പൂർണ്ണം, ഈ സൃഷ്ടി പൂർണ്ണമാണ്. രണ്ട് സ്ഥലത്തും അധഃപൂർണ്ണം ഇതഃപൂർണ്ണം, രണ്ടിടത്തും ഒരേ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. പൂർണ്ണം, പൂർണ്ണം എന്ന് പറയുന്നത് പരമാത്മ എന്ന് പറയുന്നതിന്റെ പര്യായ ശബ്ദമാണ്. അപ്പോൾ ഇത് പരമാത്മാവ് തന്നെ എന്നാണ്. അടുത്ത് പറയും മന്ത്രത്തിൽ തേന തെക്തേന ഭുഞ്ചീത. അവിടെ ത്യാഗം, സന്യാസം എന്ന് പറയുന്ന ആശയത്തിന് അടിസ്ഥാനമായിരിക്കുന്നതും ഈ തത്വമാണ്. എന്താണ്? ഇത് പൂർണ്ണമാണ്. ഇത് പൂർണ്ണമായിരിക്കുന്നതുകൊണ്ട് ഇതിലെന്തെങ്കിലും ന്യൂനതയില്ലാത്തതുകൊണ്ട് പിന്നെ ഒരാൾക്ക് ഇതിനുവേണ്ടി ചെയ്യാനൊന്നുമില്ല, പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യാനൊന്നുമില്ല. കാരണം ഇതിനെന്തെങ്കിലും ന്യൂനത കണ്ടാലേ ചെയ്യാൻ പറ്റും. ഇവിടെ യാതൊരു ന്യൂനതയില്ല. ഇത് പൂർണ്ണമാണ്, പരമാത്മസ്വരൂപമാണ്. പരമാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പിന്നൊന്നും ചെയ്യാനില്ല. പിന്നെ എന്താണ് ഒരേ ഒരു വഴി? തെക്തേന ഭുഞ്ചീത, ത്യാഗം. ത്യാഗത്തിലൂടെ ആത്മാവിനെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഇനി ചർച്ച ചെയ്യും. അപ്പൊ ഇവിടെ രണ്ട് പൂർണ്ണതയെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, പരമാത്മാവ് പൂർണ്ണമാണ്, ഈ ജഗത്തും പൂർണ്ണമാണ്. താൻ ഉൾപ്പെടെയുള്ള ജഗത്ത്, ജഗത്തെന്ന് പറയുമ്പോൾ ബാഹ്യമായ ഒരു സങ്കല്പത്തിൽ നമ്മൾ കാണുന്ന ലോകമൊന്നും അങ്ങനെ അർത്ഥം പറയരുത്. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് ജഗത്യാം ജഗത്ത് എന്ന് അതിനെ വിശദമാക്കി മന്ത്രത്തിൽ പറയുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, നാടായ നാടെല്ലാം, ലോകമായ ലോകമെല്ലാം, അതാണ് ജഗത്യാം ജഗത്ത് എന്ന് പറയുന്നത്. ആ ശൈലി പറയുന്നതാണ്. അപ്പോൾ ലോകം നമ്മൾ ഉദ്ദേശിക്കുന്നതിനും വളരെ വിപുലമാണ്, നമ്മൾ അറിയുന്നതിനും എത്രയോ മടങ്ങ് വിപുലമാണ് ഈ ലോകം എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു
ചെറിയൊരു അംശത്തെക്കുറിച്ച് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അത്ര വിപുലമാണ്. സ്ഥൂല സൂക്ഷ്മ കാരണരൂപത്തിൽ നിൽക്കുന്ന പ്രപഞ്ചം. സ്ഥൂലമായ പ്രപഞ്ചത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് സൂക്ഷ്മ പ്രപഞ്ചം. അതിന് എത്രയോ വലുതാണ് കാരണപ്രപഞ്ചം. അങ്ങനെയുള്ള അതിവിപുലമായ പ്രപഞ്ചം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ തന്നെ അർത്ഥം അതാണ്. സംസ്കൃതത്തിൽ പചി വിസ്താരെ എന്ന് പറയുന്നൊരു ധാതുവുണ്ട്, വിസ്താരമുള്ളത്. അതിൽ നിന്നാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ശബ്ദം തന്നെ നിഷ്പന്നമാകുന്നത്. അതിവിസ്താരം, വളരെ വിസ്താരമുള്ളത് എന്നാണ് പ്രപഞ്ച ശബ്ദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള ആ പ്രപഞ്ചം അതിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജഗത്യാം ജഗത്ത്. ഒറ്റ വാക്കിലൂടെ പറഞ്ഞു ഇതും പൂർണ്ണമാണ്. അപ്പോൾ ഈ രണ്ട് പൂർണ്ണത്തെക്കുറിച്ചുകൂടെ പറയുന്നു. ഒന്ന് പരമാത്മാവും ഒന്ന് പ്രപഞ്ചം. ഇതെങ്ങനെ രണ്ടു വന്നു? പൂർണ്ണത രണ്ടു വരാൻ പാടില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ. ആദ്യം പറഞ്ഞ പൂർണ്ണത്തിൽ നിന്നും ഈ രണ്ടാമത് പറഞ്ഞ പൂർണ്ണം ഉദച്യതേ, പ്രകടമാകുന്നു എന്നാണ്. സാധാരണ ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പൊ സൂര്യൻ രാവിലെ ഉണ്ടാകുന്നു നമ്മൾ പറയാറില്ല, ഉദിക്കുന്നു എന്നേ പറയത്തുള്ളൂ. ആ ഉദിക്കുന്നു അതിനിവിടെ പറഞ്ഞു ഉദച്യതേ. ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഉള്ളത് പ്രകടമാകുന്നു എന്നാണ്, പുതുതായി ഒന്നും ഉണ്ടാകുന്നു എന്നല്ല. അതുപോലെ ആ പൂർണ്ണമായ പരമാത്മാവിൽ നിന്നും പൂർണ്ണമായിരിക്കുന്ന ഈ ജഗത്ത് പ്രകടമാകുന്നു. അതായത് പൂർണ്ണത്തിൽ നിന്നും പ്രകടമാകാൻ മറ്റൊന്നില്ല, പൂർണ്ണമേ പ്രകടമാകത്തുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണത്തിൽ നിന്ന് പ്രകടമാകുന്നത് പൂർണ്ണം തന്നെ ആയിരിക്കും. അതിൽ നിന്ന് അപൂർണമായ ഒന്നിന് പ്രകടമാകാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. കാരണം രണ്ടാമത് പൂർണ്ണാത് എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമതഃ എന്ന് പറഞ്ഞ് പൂർണ്ണത്തെ ഗ്രഹിക്കാൻ വേണ്ടി. പൂർണ്ണം എന്ന് രണ്ടാമത് പറഞ്ഞത് ഇതം പൂർണ്ണം എന്ന് പറഞ്ഞ ആ പൂർണ്ണത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പറഞ്ഞ ആ പൂർണ്ണത്തിൽ നിന്ന്, പരമാത്മാവിൽ നിന്നും ഇതം പൂർണ്ണം, ഈ സമ്പൂർണ്ണ ജഗത്തും പരമാത്മസ്വരൂപത്തിൽ തന്നെ ഇത് പ്രകടമാകുന്നു, ഉദിക്കുന്നു, ഉദച്യതേ. ഏകമായിരിക്കുന്ന ഈശ്വരൻ നാനാരൂപത്തിലുള്ള ഈ ജഗത്തെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോൾ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താണ് ഈശ്വരൻ ഇങ്ങനെ സൃഷ്ടിക്കാൻ കാരണം? എന്തുകൊണ്ട് അനേക വൈഷമ്യങ്ങളുള്ള, അസമത്വമുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു? ഈശ്വരൻ ആനന്ദസ്വരൂപനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്, സ്വതന്ത്രനാണ്. അങ്ങനെയുള്ള ഈശ്വരൻ ഈ വിഷമ സ്വഭാവമുള്ള ഈശ്വരൻ ആനന്ദസ്വരൂപനാണെങ്കിൽ പ്രപഞ്ചം ദുഃഖപൂർണമാണ്. ഈശ്വരൻ സർവജ്ഞനാണെങ്കിൽ പ്രപഞ്ചം അല്പജ്ഞനാണ്. അല്പജ്ഞതയുള്ള ജീവന്മാരെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശ്വരൻ സർവതന്ത്ര സ്വതന്ത്രനാണെങ്കിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അസ്വതന്ത്രമാണ്. അത് അപരിച്ഛിന്നനാണെങ്കിൽ ഇവിടെ പരിച്ഛിന്നമാണ്. ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുന്ന എല്ലാ സങ്കല്പങ്ങൾക്കും വിപരീതമാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള പൂർണ്ണനായ ഈശ്വരനിൽ നിന്നും എങ്ങനെ അപൂർണമായൊരു സൃഷ്ടിയുണ്ടായി? എന്തിനങ്ങനെ സൃഷ്ടിച്ചു? അതിനെന്താണ് പ്രേരിപ്പിച്ചത്? ഇതിനെക്കുറിച്ച് വളരെ എല്ലാ ദാർശനികന്മാരും ചിന്തിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ വിഷയം. അപ്പോ ശരിയായൊരു സമാധാനം അങ്ങനെ ഒരു സൃഷ്ടിയെ അംഗീകരിച്ചുകൊണ്ട്, അതായത് അസ്വതന്ത്രമായ ആത്മജ്ഞ സ്വഭാവമുള്ള പരിമിതമായ പരിച്ഛിന്നമായ വൈഷമ്യമുള്ള ഒരു സൃഷ്ടിയെ അംഗീകരിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് ശരിയായൊരു സമാധാനം കണ്ടുപിടിക്കുക അസാധ്യമാണ്. കാരണം രണ്ടും വിപരീത സ്വഭാവമാണ്. ഈശ്വരന്റെ സ്വഭാവത്തിന് നേരെ വിപരീതമാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചതിനൊരു ന്യായീകരണം കണ്ടെത്താൻ മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും സാധ്യമേ അല്ല. കാരണം ആനന്ദസ്വരൂപിയായ ഈശ്വരൻ ഈ ദുഃഖികളായ ജീവന്മാരെ സൃഷ്ടിച്ചതിന് അതിനൊരു സമാധാനം പറയും. ലീലാന്യായം, ഒരു വിനോദം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ
ക്രൂരമായ വിനോദമായി പോകും. ഇത്രയും ദുഃഖികളായ ജീവന്മാരെ സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ വിനോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കടുത്ത വിനോദമാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് വിനോദിക്കുന്ന ആളാണ് ഈശ്വരനെങ്കിൽ ആ വിനോദം, അങ്ങനെ വിനോദിക്കുന്ന ഈശ്വരനെ ആർക്കും ആരാധിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഒരു സമാധാനം ശരിക്ക് അവസാനം പറയുന്ന സമാധാനമാണ് ഈശ്വരന്റെ ലീലയാണ്, ഈശ്വരന്റെ കളിയാണ്, തമാശയാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഈശ്വരൻ കളിക്കുന്നു, തമാശ കാണിക്കുന്നു എന്നാണ്. അപ്പം അതും പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? കാരണം സൃഷ്ടി അപൂർണമാണ്. നമ്മുടെ അനുഭവം അങ്ങനെയാണ്, സൃഷ്ടി അപൂർണമാണെന്നാണ്. അപൂർണമായ സൃഷ്ടിയെ സൃഷ്ടിച്ച ഈശ്വരന്, തന്റെ സൃഷ്ടിക്ക് ഈശ്വരനും ഒരു ന്യായീകരണം കണ്ടെത്താൻ കഴിയത്തില്ല, പിന്നെയല്ലേ മനുഷ്യന്. അത് സാധ്യമല്ല, അസാധ്യമാണ്. പക്ഷെ ഇവിടെ ഉപനിഷത്തിൽ പറയുന്നത് എന്താണ്? ആ സൃഷ്ടി അപൂർണമല്ല എന്നാണ്. ആ സൃഷ്ടി പൂർണ്ണമാണ് എന്നർത്ഥം. ഒരു യാതൊരു പൂർണ്ണതയും. പൂർണ്ണമായ ഈശ്വരനിൽ നിന്നും ഉണ്ടായ ഈ സൃഷ്ടി അത് പൂർണ്ണം തന്നെ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തിനെ ഉണ്ടാകാൻ കഴിയത്തുള്ളൂ, അപൂർണമായ ഒന്നിനുണ്ടാകാൻ കഴിയത്തില്ല. പൂർണ്ണത്തിൽ നിന്ന് പ്രകടമാകുന്ന പൂർണ്ണം തന്നെ ആയിരിക്കും എന്നാണ്. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് അങ്ങനെ ഒരു പൂർണ്ണത പ്രകടമായി കഴിഞ്ഞാൽ ആ ഈശ്വരീയത്വത്തിന്, ഈശ്വരന്റെ ആ പൂർണ്ണതയ്ക്ക് എന്തെങ്കിലും കോട്ട സംഭവിക്കുമോ, എന്തെങ്കിലും ന്യൂനത സംഭവിക്കുമോ? ഈ സൃഷ്ടി കൊണ്ട് സൃഷ്ടിയെ ഈശ്വരനെ സൃഷ്ടികർത്താവായി അംഗീകരിച്ച്, അതായത് പ്രപഞ്ച കാരണമായി ഈശ്വരനെ സ്വീകരിക്കുന്ന ആസ്തികന്മാർക്കെല്ലാം, അവരോടെല്ലാം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്: ഈ സൃഷ്ടിയെ ഇങ്ങനെ ആക്കിയതുകൊണ്ട് ഈശ്വരന് എന്തെങ്കിലും കുറവ്, ന്യൂനത സംഭവിക്കുമോ, സംഭവിക്കാതിരിക്കുമോ? സംഭവിക്കേണ്ടതാണല്ലോ എന്നാണ്. കാരണം ഒരു സൃഷ്ടിക്ക് കാരണമെന്ന് പറയുന്നത് ഒരു ചലനം, എവിടെയെങ്കിലും ഒരു ചലനം ഉണ്ടാകണം. ഭൗതികമായ വസ്തുക്കളിലാണെങ്കിൽ ചലനം, മാനസികമായ വസ്തുക്കളിലും അല്ലെങ്കിൽ മാനസിക തലത്തിലാണെങ്കിൽ ആ ചലനം എന്ന് പറയുന്ന ഒരു അസ്വസ്ഥത, ഒരു ഇളക്കം, ഒരു ക്ഷോഭം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി അതുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു ക്ഷോഭം സംഭവിച്ചിട്ടാണ് സൃഷ്ടി സംഭവിക്കുന്നതെങ്കിൽ ആ സൃഷ്ടികർത്താവിനൊരു ക്ഷോഭം സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. സൃഷ്ടികർത്താവിന് എന്തോ അസ്വസ്ഥമാക്കി, അതുകൊണ്ടാണ് സൃഷ്ടിച്ചത്. സൃഷ്ടികർത്താവിനൊരു ന്യൂനത സംഭവിച്ചിരിക്കുന്നു, അല്ലാതെ എങ്ങനെ സൃഷ്ടി ഉണ്ടാവും? അപ്പൊ സൃഷ്ടി അംഗീകരിക്കുമ്പോൾ, സൃഷ്ടികർത്താവായി ഈശ്വരനെ അംഗീകരിക്കുമ്പോൾ ഈശ്വരന്റെ ന്യൂനത ഉണ്ട് എന്ന് ആസ്തികന്മാർക്ക് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവനെ എന്തിനു സൃഷ്ടിച്ചു? ആപ്തകാമസ്യ കാസ്പൃഹ. ആപ്തകാമനാണ്, പരിപൂർണകാമനാണ്, സർവകാമനകളും തികഞ്ഞവനാണ്, പൂർണ്ണനാണ്. പൂർണ്ണനായ ഒരാളിനെ എന്തിനു സൃഷ്ടിക്കണം? സൃഷ്ടിക്ക് ഹേതു ഇച്ഛ, ആഗ്രഹം, കാമം. അതാണ്. അങ്ങനെ ഒരു ഈശ്വരനും സൃഷ്ടികാമനായെങ്കിൽ അത് ഈശ്വരന്റെ ഒരു ന്യൂനതയാണ് എന്നെല്ലാം ചോദ്യങ്ങൾ വരും. ഈശ്വരനെ അംഗീകരിച്ച് സൃഷ്ടിയെ കാരണക്കാരനായി ഈശ്വരനെ കൽപ്പിക്കുന്നു. അതിന് സമാധാനമായിട്ടാണ് അടുത്ത് പറയുന്നത് എന്താണ്? പൂർണ്ണസ്യ പൂർണ്ണമാദായ. പൂർണ്ണസ്യ ആദ്യം പറഞ്ഞ പൂർണ്ണൻ, ആ പരമാത്മാവ്. പിന്നെ പൂർണ്ണം ആദായ, രണ്ടാമത് പറഞ്ഞ പൂർണ്ണം ഈ പ്രപഞ്ചം. ആ പൂർണ്ണത്തിന്, പരമാത്മാവിന് ഈ പൂർണ്ണമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട്, ആദായ എന്ന് വെച്ചാൽ എടുക്കുക, ഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥം. ആ പൂർണ്ണത്തിൽ നിന്ന് ഈ പൂർണ്ണത്തെ പ്രകടമാക്കിയിട്ട് എന്ത് സംഭവിക്കുന്നു? കിം അവശിഷ്യത, എന്താണ് പിന്നെ ശേഷിക്കുന്നത്? എന്തെങ്കിലും ഈശ്വരന് ന്യൂനത സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും മേന്മ സംഭവിക്കുന്നുണ്ടോ? ഇത് രണ്ടും സംഭവിക്കുന്നില്ല. എന്താണ്? അത് പഴയപടി തന്നെ സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണം ഏവ അവശിഷ്യത. ആ പൂർണ്ണനായ ഈശ്വരൻ പൂർണ്ണനായി തന്നെ ശേഷിക്കുന്നു. ഈശ്വരന് യാതൊരു മേന്മയും സംഭവിക്കുന്നില്ല, യാതൊരു കുറവും സംഭവിക്കുന്നില്ല.
സൃഷ്ടിക്ക് മുമ്പ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ ആ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് പിമ്പും ഈശ്വരൻ പൂർണ്ണം തന്നെ. കാരണം ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അതും പൂർണ്ണം തന്നെ. എന്നാലും പ്രത്യക്ഷമായി നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് നമുക്കൊരു സൃഷ്ടി അംഗീകരിക്കേണ്ടി വരുന്നു. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഒരു സൃഷ്ടി കർത്താവിനെ അംഗീകരിക്കേണ്ടി വരുന്നു. ഇത് രണ്ടും പൂർണ്ണമാണ്, ഇതിന് രണ്ടിലും യാതൊരു ന്യൂനതയുമില്ല എന്ന തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ചുള്ള തർക്ക വിതർക്കങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് പൂർണ്ണം ഏവ അവശിഷ്യതേ, പൂർണ്ണം തന്നെ ശേഷിക്കുന്നു. അപൂർണമായി സൃഷ്ടിയിലും ഒന്നുമില്ല, സൃഷ്ടികർത്താവിനും ഒന്നുമില്ല. ഈ ആശയത്തെയാണ് അടുത്ത് പറയുന്നത് തേന തെക്തേന ഭുഞ്ചീത. ഇവിടെ സർവവും പൂർണ്ണമായിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ജീവന് കരണീയമായിട്ടുള്ളത് അവൻ ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന പൂർണ്ണതയെക്കുറിച്ചുള്ള ആശയത്തെ സാക്ഷാത്കരിക്കുക. ഇതിന്റെ സാക്ഷാത്കാരമാണ് മനുഷ്യന്റെ കർത്തവ്യം. ആ സാക്ഷാത്കാരത്തിന് പിന്നെ എന്താണ് ഉപായം? ത്യാഗമാണ്. പിന്നെ ഈ സൃഷ്ടിയിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇതിൽ നമുക്ക് മനുഷ്യന് ഈശ്വരൻ നിർമ്മിച്ച ഈ സൃഷ്ടിയിൽ പിന്നെ മനുഷ്യന് അറ്റകുറ്റപ്പണികളൊന്നും നടത്തി ശരിയാക്കേണ്ട കാര്യമില്ലെന്നാണ്. കാരണം അതിലെന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. മനുഷ്യനുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം മനുഷ്യന് റിപ്പയർ ചെയ്യേണ്ടി വരും. പ്രപഞ്ചത്തിൽ സൃഷ്ടിയിൽ മനുഷ്യനൊന്നും ചെയ്യാൻ ഇല്ല എന്നാണ്. ഈ പൂർണ്ണതയെ സാക്ഷാത്കരിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഉപദേശങ്ങളെല്ലാം. ഇത് പൂർണ്ണമാണ് എന്നറിഞ്ഞാൽ മതി. സൃഷ്ടികർത്താവും പൂർണ്ണം തന്നെ എന്നാണ്. ഇത് മനസ്സിലായില്ലെങ്കിലോ ഈ പറയുന്ന കാര്യം ഇത് മനസ്സിലാകുന്നത് വിരളമാണ്. മനസ്സിലാകാത്തവരാണ് ഭൂരിപക്ഷം. മനസ്സിലായില്ലെങ്കിൽ പിന്നെ അടുത്ത് ശ്രുതി എന്ന് പറയും കുറുവന്നേവേഹ കർമാണി ജിജീവിഷേ, നീ ഇപ്പൊ പോകുന്ന വഴി തന്നെ പൊക്കോളുക, ഈ കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അതല്ലേ ഉള്ളൂ വഴി. പ്രവൃത്തി ചെയ്ത് ജീവിച്ചോളൂ എന്നാണ്. പ്രത്യേകിച്ചൊന്നും ത്യജിക്കാനൊന്നും പോണ്ട, ആത്മാവിനെ രക്ഷിക്കാനും പോണ്ട. ഇപ്പം നടക്കുന്ന വഴി തന്നെ നടന്നോളൂ. അടിക്കുന്ന വഴിയെ നടന്നില്ലെങ്കിൽ പിന്നെ നടന്ന വഴി അടിക്കുക. അതാണ് രണ്ട് മന്ത്രങ്ങളിലൂടെ അടുത്ത് പറയുന്നത്. കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്നാണ്. ഈ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവനവന്റെ വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചോളുക, നല്ല വഴിയെ പ്രവർത്തിക്കുക എന്ന് പ്രത്യേകം പറയും. അപ്പൊ ഈ മന്ത്രം വെളിപ്പെടുത്തുന്ന സത്യം എന്താണ്? ഈ സൃഷ്ടി പൂർണ്ണമാണ്, സൃഷ്ടികർത്താവും പൂർണ്ണമാണ്. സൃഷ്ടി കൊണ്ട് ആ പരമാത്മാവിന് യാതൊരു ന്യൂനതയോ യാതൊരു മേന്മയോ സംഭവിച്ചിട്ടില്ല. ആ പരമാത്മാവിൽ നിന്നും ഉദയം ചെയ്ത ഒന്നാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. ആ പരമാത്മാവ് പൂർണ്ണനായതുകൊണ്ട് പരമാത്മാവിൽ നിന്നും ഉദയം ചെയ്ത ഈ സൃഷ്ടിയും പൂർണ്ണമാണ്. യാതൊരു തരത്തിലുള്ള നമ്മൾ സാധാരണ പറയുന്ന ഭയാനകമായ സംസാര സാഗരം എന്നെല്ലാം വർണ്ണിക്കുന്ന അതൊന്നും ഇവിടെ ഇല്ല എന്നാണ്. പരമാത്മാവിലെങ്ങനെ സംസാരം ഉണ്ടാകും? അപ്പൊ അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ സംസാരമില്ല, ബന്ധമില്ല, മോക്ഷമില്ല. പരമാത്മ സത്യം മാത്രം സത്യമായി നിലനിൽക്കുന്നു എന്നുള്ള ആശയമാണ്. ഇതാണ് നമ്മൾ ഒരു ദിവസം പലതവണ ചൊല്ലുന്നത്. അർത്ഥം ചിന്തിക്കാതെയാണെങ്കിലും ഈ അർത്ഥം ഉള്ളിൽ ധരിക്കാൻ വേണ്ടിയിട്ടാണിത് നമ്മളെ കൊണ്ട് പലതവണ ഇത് ചൊല്ലിക്കുന്നു. ഇതിന്റെ ആശയം ഇതാണ്: സർവവും പൂർണ്ണം തന്നെ. ആ പൂർണ്ണതയൊന്ന് സ്മരിക്കുന്നത് അർത്ഥബോധത്തോടുകൂടി ഒന്ന് സ്മരിക്കുന്നത് തന്നെ വലിയ പുണ്യമാണ്. ആ പൂർണ്ണതയെ നമുക്ക് അറിയാനും സാക്ഷാത്കരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ഒരു പൂർണ്ണതയെക്കുറിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൂർണ്ണമാണ് പരമാർത്ഥ സത്യം എന്നറിയുന്നത് തന്നെ മനസ്സിനൊരാശ്വാസം തരും. അതുകൊണ്ടാണ് ഈ പരമ്പരകളിലെല്ലാം, എല്ലാ ഗുരു പരമ്പരകളിലും ഈ മന്ത്രം നിരന്തരം ചൊല്ലുന്നത്. എല്ലാ ചടങ്ങുകളിലും ചൊല്ലുന്നത് ശാന്തി മന്ത്രമായിട്ട്. ശാന്തി മന്ത്രങ്ങൾ ഉപനിഷത്ത് പാഠത്തിന്റെ തുടക്കത്തിൽ ചൊല്ലുന്നു, വേദപാഠത്തിന്റെയൊക്കെ തുടക്കത്തിൽ ചൊല്ലുന്നത്
സാധാരണ മംഗള ശ്ലോകങ്ങൾ ചൊല്ലുന്നത് പോലെയാണ്. നിർവിഘ്നമായി തുടങ്ങിയ കാര്യം അവസാനിക്കുന്നതിന്, പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നതിന്, ചെയ്യുന്ന കർമ്മത്തിന്. അധ്യയനത്തിന്റെ ഫലം എന്ന് പറയുന്നത് തത്വജ്ഞാനം. അപ്പോൾ ആ ശരിയായിട്ടുള്ള തത്വജ്ഞാനം ഉണ്ടാകുക, അതിനു വേണ്ടിയിട്ടാണ് ശാന്തി മന്ത്രം ആദ്യം ചൊല്ലുന്നത്. അത് വിഘ്നങ്ങളെ നശിപ്പിക്കുന്നു. തത്വഗ്രഹണത്തിന് തടസ്സമായിരിക്കുന്ന ബുദ്ധിദോഷങ്ങളെ, അന്ധകരണ ദോഷങ്ങളെല്ലാം പരിഹരിച്ച് അന്ധകരണത്തെ സ്വച്ഛമാക്കി അതിൽ ശരിയായ തത്വബോധത്തെ ഉറപ്പിക്കുന്നു. അങ്ങനെ വിഘ്ന നിവാരണത്തിലൂടെ തടസ്സങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ഈ മന്ത്രം തത്വബോധത്തെ ഉണ്ടാക്കുന്നു. അത് മന്ത്രത്തിന്റെ ശക്തി കൊണ്ട്, അർത്ഥബോധം കൊണ്ടല്ല. മന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് അർത്ഥബോധം, അർത്ഥബോധത്തിലൂടെ പ്രവർത്തിക്കുന്നു. മന്ത്രത്തിന് മന്ത്രത്തിൻ്റെതായ ശക്തിയുണ്ട്, ശബ്ദശക്തി. അത് അദൃഷ്ടമായ ഫലങ്ങളെ ഉണ്ടാക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഫലങ്ങളെ ഉണ്ടാക്കുന്നു. അത് മന്ത്രത്തിന്റെ ശക്തിയുടെ ഫലം. അർത്ഥബോധത്തിന്റെ ഫലം തത്വനിശ്ചയം, തത്വനിഷ്ഠയുണ്ടാകുന്നു. രണ്ടു തരത്തിൽ വേദമന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ദുഷ്ടമായ ഫലത്തെ കൊടുക്കുന്നു, മറ്റൊന്ന് അദൃഷ്ടമായ ഫലത്തെ കൊടുക്കുന്നു. മന്ത്രം നൽകുന്ന ഫലം നമുക്ക് ദുഷ്ടമായി അനുഭവപ്പെടുന്നില്ല. കാരണം അന്ധകരണത്തിലുള്ള തടസ്സങ്ങളെ, വിഘ്നങ്ങളെ ദൂരീകരിക്കുക, ആ ദൂരീകരണം നമുക്ക് പ്രത്യക്ഷമല്ല. അതിന്റെ ഫലം നമുക്ക് പ്രത്യക്ഷമാണ്. അനായാസമായി തത്വബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വിഘ്നങ്ങൾ നശിക്കുന്നു. പക്ഷെ വിഘ്നങ്ങളുടെ നാശം നമുക്ക്, അഗ്നി എങ്ങനെയാണോ വിറകിനെ ഭസ്മമാക്കുന്നത് അതുപോലെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നില്ല. പക്ഷെ അത് സംഭവിക്കുന്നു അന്ധകരണത്തിൽ. ആ സമയം തത്വനിശ്ചയം അത് പ്രത്യക്ഷമാണ്. അങ്ങനെ രണ്ടു തരത്തിൽ മന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ശാന്തി മന്ത്രം വരുന്നത്. അത് കഴിഞ്ഞെടുത്ത് വരുന്നത് ഉപനിഷത്ത് മന്ത്രങ്ങളാണ്. അപ്പൊ ഈ ശാന്തി മന്ത്രം ഞാൻ ഒന്ന് ചൊല്ലാം, അത് ഏറ്റു ചൊല്ലണം. ഒരുമിച്ചല്ല, പദങ്ങൾ പിരിച്ചാണ്. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഇവിടെ നമ്മൾ ഇത് ചേർത്ത് ചൊല്ലുമ്പം കഴിയുന്നത് അക്ഷരത്തെറ്റ് വരാതെ ചൊല്ലണം. പൂർണ്ണാത്, തകാരമാണ് ഇവിടെ, ദകാരമല്ല. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. അവിടെ താക്ക് പകരം നമ്മൾ സാധാരണ ദായാണ് ചൊല്ലുന്നത്. പൂർണ്ണാത് എന്ന് ചൊല്ലും. പൂർണ്ണാത് ആണ്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. അവിടെ തകാരം തന്നെ ചൊല്ലണം, തെറ്റുകൂടാതെ ചൊല്ലണം എന്നുണ്ടെങ്കിൽ. അടുത്ത വരുന്നത് ഉപനിഷത്ത് മന്ത്രമാണ്. ഉപനിഷത്ത് മന്ത്രത്തിന് ഉപോദ്ഘാതമായിട്ട്, ആമുഖമായിട്ട് ഭാഷ്യം വരുന്നുണ്ട്. അത് ഈ മന്ത്രം ഞാനൊന്ന് ചൊല്ലാം. ഈശാവാസ്യമിദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥ മാ ഗൃധ കസ്യചിത് ധനം. പദം പിരിച്ചു മനസ്സിലാക്കണം. ഈശ, ഈട്ട് എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. അതിന്റെ തൃതീയ വിഭക്തിയാണ് ഈശ എന്ന് പറയുന്നത്. ഈട്ട്, ഈശോ, ഈശ എന്നാണ് ആ ശബ്ദം.
ഈശ ഈശ്വരനാൽ എന്ന് പറയുന്നു. വാസ്യം അടുത്ത്. ഇത് ഭാഷ്യത്തിനനുസരിച്ചുള്ള പദച്ഛേദമാണ്. ഇവിടെ മറ്റു ചില വ്യാഖ്യാതാക്കൾ ആവാസ്യം എന്ന് പദം പിരിക്കുന്നതാണ്. ഈശ ആവാസ്യം രണ്ടു തരത്തിലും ഇവിടെ പദം പിരിക്കാം. പക്ഷെ ഇവിടെ ശാങ്കരഭാഷ്യമനുസരിച്ച് വാസ്യം എന്നാണ് പിരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് പറയുകയാണ്. വാസ്യം ഇദം സർവം ഇദം എന്നുള്ളത് ചില പുസ്തകങ്ങളിൽ ഒരു ചന്ദ്രക്കലയിട്ടൊരു കുത്തിട്ട് അതിന്റെ അടിയിൽ ഒരു വരയും കൊടുത്തിരിക്കും. എന്റെ ഇരിക്കുന്ന പുസ്തകത്തിന് അങ്ങനെയാണ്. അത് ഈ വേദം ചൊല്ലുന്നതിന് വേണ്ടി, വേദം ചൊല്ലുമ്പോൾ ചില ശബ്ദങ്ങൾ ഉപയോഗിക്കും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിഹ്നം കാണിച്ചിരിക്കുന്നത്. വേദം ചൊല്ലുമ്പോൾ ഇതിന് ഈ ചിഹ്നത്തിന് ഗും ഗും എന്നാണ് ചൊല്ലുന്നത്. സാധാരണ നമ്മൾ ചൊല്ലുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇദം ഇദം എന്ന് പറയുന്ന അനുസ്വാരം അതിനെ ഗും എന്ന് ചൊല്ലും വേദത്തിൽ. പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല. ഇദം എന്ന് ചൊല്ലിയാൽ മതി. സർവം യത് കിഞ്ച കിം ച എന്നുള്ളതാണ് ഒറ്റപ്പദമായിട്ട് കിഞ്ച എന്ന് വരുന്നത്. കിം മകാരം ഞകാരമായി മാറുന്നതാണ് കിഞ്ച എന്ന് വരുന്നത്. ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീധാഹ എന്നാണ്. അവിടെ വിസർഗമുണ്ട്, പക്ഷെ അതങ്ങ് ലോപിച്ചു പോകും സന്ധി വരുമ്പോൾ. പ്രത്യേകിച്ച് പിരിച്ചെടുക്കുമ്പോൾ ഭുഞ്ജീധാഹ എന്ന് വരും. രണ്ട് കുത്തുവിടാതിന് ശേഷം വരും. ഇല്ലാത്തിടത്ത് അത് എഴുതേണ്ട കാര്യമില്ല. പദം പിരിക്കുമ്പോഴേ അത് വരത്തുള്ളൂ. മാ ഘൃത കസ്യസിദ്. കസ്യസിദ് ഒരു പദമാണ്. കസ്യസിദ് ധനം പ്രത്യേകം പദമാണ്. അങ്ങനെ പിരിച്ചു മനസ്സിലാക്കണം. ഇവിടെ ആദ്യം വരുന്നത് സംബന്ധ ഭാഷ്യം എന്ന് പറയും. സംബന്ധ ഭാഷ്യത്തിൽ ചർച്ച ചെയ്യുന്നത് നേരത്തെ പറഞ്ഞത് ശുക്ലയജുർവേദത്തില് അവസാന ഭാഗത്ത് 40-ാമത്തെ അധ്യായമാണ് ഈശാവാസ്യോപനിഷത്ത്. ഇതിനു മുമ്പ് വരുന്ന 39 അധ്യായങ്ങളിലും ചർച്ച ചെയ്യുന്നത് കർമ്മങ്ങളെക്കുറിച്ചാണ്, വൈദിക കർമ്മങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കർമ്മകാണ്ഡമാണത്. ഈ വൈദിക കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലും ഇതുപോലെയുള്ള മന്ത്രങ്ങൾ വരുന്നുണ്ട്. ആ മന്ത്രങ്ങളും ഇവിടെ ഇനി പറയുന്ന മന്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണ്, അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇതിനു മുമ്പ് വന്ന ഭാഗങ്ങളിൽ വന്ന മന്ത്രങ്ങൾ, വിഷയത്വീർജി എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ ഇതിനു മുമ്പ് വരുന്നുണ്ട്. ഈ മന്ത്രങ്ങളെല്ലാം എന്താണ്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, അതായത് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട മന്ത്രങ്ങളാണ്, ജപത്തിനുള്ളതാണ്. ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചില മന്ത്രങ്ങൾ ഉച്ചരിക്കണം. സാധാരണ നമ്മൾ ഹോമവും മറ്റും ചെയ്യുമ്പോൾ ഹവിസ് അർപ്പിക്കുമ്പോൾ ഒരു മന്ത്രം പറഞ്ഞുകൊണ്ട് ഹവിസ് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വൈദിക കർമ്മങ്ങളിൽ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഹോമങ്ങളും മറ്റും. കർമ്മങ്ങൾ, പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കർമ്മം ചെയ്യുമ്പോഴും പ്രത്യേക മന്ത്രങ്ങൾ ഉച്ചരിക്കണം. അപ്പൊ ഇതിനു മുമ്പ് വന്ന അതെല്ലാം അത്തരം മന്ത്രങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉച്ചരിക്കാനുള്ള മന്ത്രങ്ങളാണ്. അതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉച്ചരിക്കേണ്ട മന്ത്രങ്ങളാണോ ഇനി വരുന്നത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച ഇവിടെ പ്രസക്തമായി? കാരണം വേദത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റിയ ഒന്നല്ല ഉപനിഷത്ത് എന്ന് പറയുന്നത്. കാരണം അത് വേദത്തിന്റെ തന്നെ ഭാഗമാണ്. അതുകൂടെ ചേരുമ്പോഴേ വേദം പൂർണ്ണമാകത്തുള്ളൂ. ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മാത്രം മാറ്റി നിർത്തി ചർച്ച ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ നടക്കുന്നത് ശരിക്കും വേദ ചർച്ചയാണ്. അപ്പൊ വേദത്തിന്റെ അർത്ഥം നിർണയിക്കുന്നതിന്, വേദത്തിന്റെ താല്പര്യത്തെ നിർണയിക്കുന്നതിന് ചില പൊതുവായ മാനദണ്ഡങ്ങൾ വൈദികന്മാർ സ്വീകരിച്ചിട്ടുണ്ട്.
ആ മാനദണ്ഡങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചിട്ട് ഉപനിഷത്തിന്റെ താല്പര്യം നിർണയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വേദ താല്പര്യം എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ തന്നെ ഉപനിഷത്തിന്റെ താല്പര്യവും മനസ്സിലാക്കണം. അപ്പോൾ പൂർവ്വ അപര ബന്ധമായി ചിന്തിക്കണമെന്ന് താല്പര്യം. അപ്പോൾ കർമ്മകാണ്ഡങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപനിഷത്ത് ഭാഗത്തെ ചിന്തിക്കുന്നു. എന്നാൽ മാത്രമേ അതിന്റെ താല്പര്യത്തെ വൈദികന്മാർ പൊതുവെ അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ ഒരാളുടെ ഭാവന അനുസരിച്ച് വെറും കൽപ്പന അനുസരിച്ച് ഇത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വിദ്വാൻമാരത് സ്വീകരിക്കത്തില്ല. പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഒരാൾ അയാളുടെ ഭാവന അനുസരിച്ച് കൽപ്പന അനുസരിച്ച് വ്യാഖ്യാനിക്കും. പക്ഷെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഇവിടെ സ്വീകരിക്കത്തില്ല. കാരണം ആ വ്യാഖ്യാനം എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ ചർച്ച ചെയ്ത് അവരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കണം. ഇതിന്റെ താല്പര്യം ഇതാണെന്ന് സർവ്വസമ്മതമായി അംഗീകരിച്ചാൽ അത് ആ ആശയത്തിന് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഭാഷ്യം എഴുതി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും അത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. കാരണം താൻ പറഞ്ഞ ആശയത്തെ മറ്റുള്ളവർ ഇഷ്ടമില്ലാത്തവർ കൂടി ബലാൽ അംഗീകരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? പൊതുവായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ഈ മന്ത്രങ്ങളെ സംബന്ധിച്ചു പൊതുവെയുള്ള ധാരണ ഇതെല്ലാം കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അവിടെ ചൊല്ലേണ്ടതാണ് എന്നാണ്. ഇവിടെ പറയുന്നു അങ്ങനെയല്ല. ഇവിടെ ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ അതിനുവേണ്ടി ഉള്ളതല്ല. അത് ശരിക്കും ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുന്ന മന്ത്രങ്ങളാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈശാവാസ്യം ഭാഷ്യത്തിൽ പുസ്തകമുള്ളവരെ നീ നോക്കണം. ഈശാവാസ്യം ഇത്യാദയോ മന്ത്രാഹ കർമ്മസു അവിനിയുക്താഹ. ഈശാവാസ്യം ഇത്യാദയോ എന്ന് തുടങ്ങിയ മന്ത്രാഹ മന്ത്രങ്ങൾ, ഇനി നമ്മൾ പറയാൻ പോകുന്ന മന്ത്രങ്ങൾ കർമ്മസു അവിനിയുക്താഹ, കർമ്മത്തിൽ ഉപയോഗിക്കേണ്ടവയല്ല എന്നാണ് പറയുന്നത്. യാഗവും ഹോമവും മറ്റും ചെയ്യുമ്പോൾ അവിടെ ചൊല്ലേണ്ട മന്ത്രങ്ങളല്ല ഇത്, അതിനു വേണ്ടിയിട്ടുള്ളതല്ല. എന്തുകൊണ്ട്? തേഷാം അകർമ്മശേഷസ്യ ആത്മനോ യാഥാത്മ്യ പ്രകാശകത്വ തേഷാം മന്ത്രാണാം. ഈ മന്ത്രങ്ങൾ അകർമ്മശേഷസ്യ കർമ്മത്തിന്റെ ഭാഗമല്ലാതിരിക്കുന്ന കർമ്മത്തിന്റെ അംഗം, കർമ്മശേഷം എന്ന് വെച്ചാൽ കർമാംഗം, കർമാംഗമല്ലാത്ത ആത്മാവിന്റെ യാഥാത്മ്യം, യഥാർത്ഥ സ്വരൂപം, അതിനെ പ്രകാശകത്വം, അതിനെ പ്രകാശിപ്പിക്കുന്നവയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് കർമാംഗം എന്ന് പറയുന്ന ഒന്നാണ്. അതായത് വൈദികന്മാര്, പൂർവ്വമീമാംസകര്, അവരാണ് ഈ കർമ്മത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അവർ കർമാംഗങ്ങൾ ആയിട്ട് പലതിനെ സ്വീകരിക്കുന്നു. ഇപ്പൊ മന്ത്രങ്ങൾ കർമാംഗമാണ്. അതായത് ഒരു വൈദിക കർമ്മം ചെയ്യുമ്പോൾ അവിടെ എന്തെല്ലാം ആവശ്യമായി വരുന്നു അതെല്ലാം കർമാംഗമാണ്. ഒരു ഹോമം നടത്താൻ നെല്ല് ഉപയോഗിക്കുന്നു, ഉരേഹി, അത് കർമാംഗമാണ്. നെല്ല് കുത്താൻ വേണ്ടിയിട്ട് ഉരൽ ഉപയോഗിക്കുന്നു, ഉലക ഉപയോഗിക്കുന്നു, അതെല്ലാം കർമാംഗങ്ങളാണ്. ഒരു യാഗത്തിന് എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം കർമാംഗങ്ങളാണ്. യാഗം ചെയ്യുന്നവനോ അവനും കർമാംഗം തന്നെ, കർമ്മത്തിന്റെ ഭാഗമാണ്. പൂർവ്വമീമാംസകരും ചിന്തിച്ചിട്ടുണ്ട് ആരാണ് ഈ യാഗം ചെയ്യുന്നത്. ഒരാൾ യാഗം ചെയ്യുന്നതായിട്ട് കാണും. ഹവിസർപ്പിക്കുക, മന്ത്രങ്ങൾ ചൊല്ലുക, യാഗത്തെക്കുറിച്ചുള്ള ദീക്ഷ സ്വീകരിക്കുക, അതിന്റെ സങ്കല്പം പറയുക, യാഗത്തിൽ ഹവിസിനെ അഗ്നിയിൽ പ്രക്ഷേപണം ചെയ്യുക, ത്യജിക്കുക, ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന ആ വ്യക്തി അതും കർമാംഗമാണ്. ആരാണ് ഈ യാഗം ചെയ്യുന്നത് അതിനെക്കുറിച്ചും അവർ ചിന്തിച്ചിട്ടുണ്ട്. മീമാംസയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. ഈ ശരീരം ഇതാണോ യാഗം ചെയ്യുന്നതല്ല. കാരണം ഈ ശരീരം നശിക്കുന്ന ശരീരമാണ്. ഈ നശിച്ചു പോകുന്ന ശരീരമാണ് യാഗം ചെയ്യുന്നതെങ്കിൽ യാഗത്തിന്റെ ഫലം സ്വർഗമാണ്, അതനുഭവിക്കാൻ ആളില്ലാതെ വരും. കാരണം യാഗം ചെയ്യുന്നത് ഫലത്തിന് വേണ്ടിയാണ്, യാഗഫലം സ്വർഗമാണ്,
ഈ ശരീരമാണ് യാഗം ചെയ്യുന്നതെങ്കിൽ ഈ യാഗത്തിന്റെ ഫലം ആരനുഭവിക്കും? ശരീരം നശിക്കുന്നു, മരിക്കുന്നു, ശരീരം നശിക്കുന്നു. യാഗഫലം അനുഭവിക്കാൻ ആളില്ലെങ്കിൽ ഇത്രയും ആയാസകരമായ യജ്ഞം, യാഗം എല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് മീമാംസകര് തന്നെ വളരെ ചിന്തിച്ച് അവർ കണ്ടുപിടിച്ച എന്താണ്, ഈ യാഗം അനുഷ്ഠിക്കുന്നത് ഈ ശരീരമല്ല, ഈ ശരീരത്തിന്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട്. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവാണ് ശരിക്കും യാഗം ചെയ്യുന്നത്. അപ്പൊ യാഗം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിനെ അവർ പറയുന്നത് എന്താണ്? കർത്താവ് എന്ന് പറയും. കർത്താവ് എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയേണ്ട ആത്മാവ് കർത്താവാണോ ഭോക്താവാണോ എന്നൊക്കെ ചിന്തിക്കുമല്ലോ. ഈ ചിന്തയുടെ ഉറവിടം അവിടെയാണ്, മീമാംസകരാണ്. അവർ നേരത്തെ ഇത് തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്, എന്താണ്? ആത്മാവ് യാഗം ചെയ്യുന്നവനാണ്, അതായത് ആത്മാവ് കർത്താവാണ്. അതുമാത്രമല്ല, ആത്മാവ് ഈ യാഗത്തിന്റെ ഫലവും അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ? യാഗം ചെയ്യുന്നു, ശരീരം നശിക്കുന്നു, മരിക്കുന്നു, പക്ഷെ ആത്മാവ് ശേഷിക്കും. കർത്താവായ ആത്മാവ് മരണശേഷം ഈ കർത്താവായിരിക്കുന്ന ആത്മാവ് പരലോകത്ത് പോയി, സ്വർഗലോകത്ത് പോയി സ്വർഗ ഫലത്തെ അനുഭവിക്കുന്നു. അപ്പോൾ ആത്മാവ് ഭോക്താവുമായി. ആത്മാവ് കർത്താവുമാണ് ഭോക്താവുമാണ് എന്ന് മീമാംസകർ നിർണയിച്ചു. വളരെ ചിന്തിച്ച് അവർ നിർണയിച്ചു. അതങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അദ്വൈതം വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് പറയും ആത്മാവ് കർത്താവല്ല ഭോക്താവല്ല. എന്തിനിങ്ങനെ ആവർത്തിച്ച് പറയുന്നു? മീമാംസകരുടെ ഈ നിർണയം ശരിയല്ല എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ പൊതുവെ ആത്മാവ് കർത്താവാണോ ഭോക്താവാണോ എന്നും നമ്മൾ ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. അത് നമ്മളൊരു വിഷയമല്ല. പക്ഷെ ഇങ്ങനെ ഒരു ശാസ്ത്ര സിദ്ധാന്തമുണ്ട്, അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം അങ്ങനെ അത് നിർണയിച്ചു പോയി പൂർവ്വമീമാംസയിൽ. ജൈമിനീയ മീമാംസയിൽ ആത്മാവ് കർത്താവാണ് ഭോക്താവാണ്. അവൻ കർമ്മം ചെയ്യുന്നു, ഫലം അനുഭവിക്കുന്നു. ശരീരമല്ല കർമ്മം ചെയ്യുന്നു, ശരീരം ഫലം അനുഭവിക്കുന്നുമില്ല. അപ്പൊ കർത്താവായിരിക്കുന്ന ആത്മാവ് എന്തായി? അതും കർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. കർത്താവില്ലാതെ എങ്ങനെ കർമ്മം നടക്കും? അപ്പോ ഈ ആത്മാവിനെ മീമാംസകൻ എന്താണ് പറയുന്നത്? കർമ്മശേഷമാണ്, കർമാംഗമാണ് എന്ന് പറയും. അതിനെ ഇവിടെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഈ ഭാഷ്യത്തിൽ ശ്രദ്ധിക്കണം, അകർമ്മശേഷസ്യ ആത്മനോ. ആത്മാവ് അകർമ്മശേഷമാണെന്ന് വെച്ചാൽ കർമ്മശേഷമല്ല എന്നാണ്. മീമാംസകർ പറയുന്നത് പോലെ ആത്മാവ് കർമാംഗമല്ല. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യാഥാത്മ്യ പ്രകാശകത്വ മന്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? തേഷാം യാഥാത്മ്യ പ്രകാശകത്വ തേഷാം മന്ത്രാണാം. ഈ മന്ത്രങ്ങൾ അതിന്റെ യാഥാത്മ്യം എന്ന് വെച്ചാൽ സത്യം, സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. ആത്മാവ് എന്താണ്? ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഇനി വരുന്ന മന്ത്രങ്ങളെന്ന് ചുരുക്കം. അപ്പൊ പൂർവ്വം മീമാംസയിൽ നിന്നും ഉത്തരം മീമാംസ ഇവിടെ അടർത്തി മാറ്റിയിരിക്കുകയാണ്. രണ്ടും വിഷയം രണ്ടാണ് എന്നർത്ഥം. അവിടെ ചർച്ച ചെയ്യുന്ന കാര്യം വേറെ, ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം വേറെ. ഇതിന് കർമ്മവുമായിട്ടൊരു ബന്ധമില്ല എന്നാണ്. ആത്മാവിന്റെ യാഥാത്മ്യം എന്താണ്? സത്യം എന്താണ്? സത്യത്വം. യാഥാത്മ്യം ച ആത്മനഃ അടുത്ത് പറയുന്നു ഭാഷ്യത്തിൽ. ആത്മനഃ യാഥാത്മ്യം ച, ആത്മാവിന്റെ യാഥാർത്ഥ്യം. ഭാഷ്യമെന്ന് ഞാൻ പറയുമ്പോൾ ആ വരിയിലൂടെ നോക്കിയാൽ അത് വായിക്കാനും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാവും. യാഥാത്മ്യം ച ആത്മനഃ, ആത്മാവിന്റെ യാഥാത്മ്യം, ആത്മാവിന്റെ യാഥാർത്ഥ്യം, സത്യം. അതെന്താണ്? ശുദ്ധത്വം, അപാപവിദ്ധത്വം, ഏകത്വ, നിത്യത്വ, അശരീരത്വ, സർവഗതത്വാദി വക്ഷ്യമാണ്. ആത്മാവിന്റെ യാഥാത്മ്യം എന്താണ്? വക്ഷ്യമാണെന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്നു. ഇനിയുള്ള മന്ത്രഭാഗങ്ങളിൽ പറയും ശരിക്കും എന്താണ് ആത്മാവെന്ന്. എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയുന്നു. എന്താണ്? ശുദ്ധത്വം. ആത്മാവ് ശുദ്ധമാണ്, അതിന് യാതൊരു മാലിന്യവുമില്ല എന്നാണ്. മീമാംസകർ ഈ ആത്മാവിനെ കുറിച്ച് പലതരത്തിൽ ഉള്ള സങ്കല്പങ്ങളില്ല ചിന്തിച്ചെത്തിയിരിക്കുന്നു. അവർ പറയുന്നത് എന്താണ്? ചിലർ പറയുന്നത് എന്താണ്? ഉണർന്നിരിക്കുമ്പോൾ ഉള്ളിൽ നല്ല പ്രകാശം, അറിവ്. ഉറങ്ങിക്കിടക്കുമ്പോഴോ ഒരു കൂരിരുട്ട്. ഉറങ്ങുന്നയാൾ തന്നെയാണ് ഉണരുന്നത്,
ഉണർന്നിരിക്കുന്ന ആള് തന്നെയാണ് ഉറങ്ങുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഉറങ്ങിയും ഉണരുകയും ചെയ്യുന്ന ആത്മാവ് ഒരുപോലെയല്ല ഒരാൾക്ക് അനുഭവപ്പെടുന്നത്. ആത്മാവെന്ന് പറയുമ്പോൾ താൻ, ഉറങ്ങുന്ന താനല്ല ഉറക്കത്തിലുള്ള താൻ. ഉറങ്ങുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈതന്യവത്തായിരിക്കുന്നു. ഉറക്കത്തിലാണെങ്കിലോ ഒന്നും അറിയുന്നില്ല, ജഡമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഈ രണ്ട് അനുഭവങ്ങളെയും പരിശോധിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആത്മാവ് ചൈതന്യവത്തായും ജഡമായും ഇരിക്കുന്നു. അതുകൊണ്ട് ചിലർ പറയുന്നത് എന്താണ്, ഇത് മിനാമിനുങ്ങ് പോലെ എന്നാണ് ആത്മാവ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഒരു ഭാഗം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗം പ്രകാശിക്കാതെ ഇരിക്കുന്നു. രാത്രി പറന്നു കിടക്കുന്നു മിന്നാമിനും. ഒരു ഭാഗം അത് പ്രകാശിക്കുന്നു, ഒരു ഭാഗം പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് മീമാംസകർ പറയുന്നത് എന്താണ്, ആത്മാവ് ഇതുപോലെയാണ്. ഒരു ഭാഗം ചൈതന്യവും ഒരു ഭാഗം ജഡവുമാണ്. ഉണർന്നിരിക്കുമ്പോൾ ആ ചൈതന്യം നമുക്ക് അനുഭവപ്പെടുന്നു, ഉറങ്ങുമ്പോൾ ആ ജഡഭാഗം അനുഭവപ്പെടുന്നു. അപ്പോൾ അത് ആത്മാവ് ശുദ്ധമാണോ? അല്ല, അത് ചിജ്ജഡ സംയുക്തമാണ്. ചിത്തും ജഡവും കൂടിച്ചേർന്നാണ് ആത്മാവ്. ഉറക്കത്തിൽ ജഡമായും ഉണർന്നിരിക്കുമ്പോൾ ചൈതന്യവത്തായും ഇരിക്കുന്നതാണ് ആത്മാവ്. ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ച് മനസ്സിലാക്കിയതാണ് ചിന്തയുടെ ഓരോ പടികൾ. അതൊന്ന് ഒരു പടി കൂടി മുമ്പോട്ട് കടന്നിട്ടാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്, ഇതങ്ങനെയല്ല, എന്താണ്, ശുദ്ധമാണ്, ജഡം ലേശം പോലുമില്ല. ഇതെങ്ങനെയാണോ ഉണർന്നിരിക്കുമ്പോൾ ചൈതന്യവത്തായിരിക്കുന്നത്, അതുപോലെ തന്നെ ഉറക്കത്തിലും ചൈതന്യസ്വരൂപം തന്നെ ആണ് ശുദ്ധത്വം, ആ പാപവിദ്ധത്വം. മീമാംസകർ പറയുന്നു എന്താണ്, ഈ ആത്മാവ് അങ്ങനെ ശുദ്ധമൊന്നുമല്ല. എന്തുകൊണ്ട്? ആത്മാവിൽ പുണ്യമുണ്ട്, പാപമുണ്ടെന്ന്. എങ്ങനെ ആത്മാവിൽ പുണ്യവും പാപവും വരുന്നു? അതിന് അവർക്ക് ന്യായമുണ്ട്. വേദത്തെ രണ്ടായി തിരിക്കുന്നു, ഒന്ന് വിധി, മറ്റൊന്ന് നിഷേധം. വേദവിധികളെ അനുസരിച്ചാൽ, വേദവിധികളനുസരിച്ചുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അഗ്നിഹോത്രം, ജ്യോതിഷ്ഠോമം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പുണ്യം ഉണ്ടാകും. ഈ പുണ്യം എവിടെയാണ് ഉണ്ടാകുന്നത്? ആത്മാവിൽ തന്നെ. ആത്മാവിൽ തന്നെ പുണ്യം ഉണ്ടാകും. അതേസമയം വേദത്തിൽ നിഷേധിച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്, മദ്യപാനം പോലെയുള്ള കർമ്മങ്ങൾ വേദം നിഷേധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്, ആഭിചാര കർമ്മങ്ങളിലെല്ലാം. ഇത്തരം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാവും. അതെവിടെ ഉണ്ടാവും? ആത്മാവിൽ. അപ്പോൾ ആത്മാവിൽ പാപം ഉണ്ടാവും. അപ്പോൾ ആത്മാവ് എന്താണ്? പാപവിദ്ധം എന്ന് ആത്മാവിനെ പറയാം. പാപം ചേർന്നിരിക്കുന്നു, പാപം പറ്റിയിരിക്കുന്നു എന്ന് പറയാം. അതിനെ ഇവിടെ നിഷേധിക്കുകയാണ്. ആത്മാവിൽ പുണ്യവും പാപമൊന്നുമില്ല, അപാപവിദ്ധം. അദ്വൈതിയുടെ നിലപാട് പുണ്യവും പാപം തന്നെയെന്നാണ്. മോക്ഷത്തിനതും തടസ്സമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ പുണ്യപാപങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അപാപവിദ്ധം എന്ന് പറയുന്നു. അതും അവരുടെ സിദ്ധാന്തത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതല്ല ശരിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപാപവിദ്ധം. പുണ്യപാപങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട്? കാരണം പുണ്യപാപങ്ങൾ ഇതിലിരിക്കുന്നുവെന്ന് ചിലർ സിദ്ധാന്തിക്കുന്നതുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. അപ്പോ എവിടെ ഈ അദ്വൈതത്തിൽ ഒരാശയം പറയുമ്പോഴും അതിന് വിപരീതമായ ആശയം പറയുന്ന വേറൊരു ദാർശനികനെ കണ്ടുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. അടുത്ത് പറയുന്ന ഏകത്വം. ഇവിടെ മീമാംസകർ പറയുന്നത് ആത്മാവ് അനേകമാണ്. ചില ആത്മാക്കൾ പുണ്യം ചെയ്യുന്നു, ചില ആത്മാക്കൾ പാപം ചെയ്യുന്നു, ചിലർ സ്വർഗത്ത് പോകുന്നു, ചിലർ നരകത്തിൽ പോകുന്നു. അനേക ജീവന്മാരുണ്ടെങ്കിലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. ചിലർ സുഖിക്കുന്നു, ഒരു ജീവൻ സുഖിക്കുന്നു, അതേസമയം വേറൊരു ജീവൻ ദുഃഖിക്കുന്നു. ഒരാത്മാവാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അവർ ചോദിക്കുന്ന ന്യായമായ ഒരു ചോദ്യമാണ്. ഒരേ ഒരു ആത്മാവേ ഉള്ളുവെങ്കിൽ ഒരാൾ സുഖിക്കുമ്പോൾ എല്ലാവരും സുഖിക്കണം, ഒരാൾ ദുഃഖിക്കുമ്പോൾ സർവരും ദുഃഖിക്കണം. അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട്
ഒരാത്മാവ് വേറൊരു ആത്മാവിൽ നിന്നും വ്യത്യസ്തമാണ്. അനേകമാണ് ആത്മാവെന്ന് പറയുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു ഏകത്വം എന്നവർ പറയുന്നു. നിത്യത്വം എന്ന് പറയുന്നു. ആത്മാവ് നശിക്കുന്നുവെന്ന് മീമാംസകർ പറയുന്നില്ല, പക്ഷെ അതിന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നു. പുണ്യപാപങ്ങൾ ഈ ആത്മാവിൽ ഏറുകയും കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ആത്മാവിന് പരിണാമങ്ങൾ സംഭവിക്കുന്നു. ആത്മാവിന്റെ പരിണാമമായിട്ടാണ് സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിണമിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഫലത്തിൽ അത് അനിത്യമാണെന്ന് അവർക്ക് സ്വീകരിക്കേണ്ടി വരും. അതവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇത് നിത്യമാണ്, ഇതിൽ യാതൊരു തരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിത്യം എന്ന് പറയുന്നത്. ആ ശരീരത്വം, ഇത് ശരീരത്തോടുകൂടിയിരിക്കുന്നു. ഇതിന് ശരീരവുമായിട്ട് വാസ്തവത്തിൽ ബന്ധമുണ്ട് എന്നാണ് മീമാംസകർ പറയുന്നത്. വേദത്തിന്റെ ഇതുവരെയുള്ള വേദഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചവർ പറയുന്നത്. അപ്പോൾ ആത്മാവിന് ഈ ശരീരവുമായിട്ട് പരമാർത്ഥത്തിൽ യാതൊരു സംബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നു അശരീരത്വം എന്നാണ്. ആത്മാവ് വാസ്തവത്തിൽ ശരീരത്തെ സ്വീകരിക്കുകയും വാസ്തവത്തിൽ ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് മീമാംസകർ പറയുന്നത്. അതിനെ നിഷേധിക്കുന്നു. സർവഗതത്വം, സർവവ്യാപിയാണിത് എന്ന് പറയുന്നു. മീമാംസകർ പറയുന്നത് എന്താണ്? ഇത് പരിച്ഛിന്നമാണ് എന്ന് പറയുന്നു. അതിനെ നിഷേധിക്കുന്നു. ഇത് സർവവ്യാപിയാണ്. അപ്പൊ ഇതുവരെ വേദത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നവരുടെ ചിന്തയെ മുഴുവൻ ഇവിടെ തിരുത്തുകയാണ്. ഇവിടെ ഈ പറയുന്ന ശുദ്ധത്വ, അപാപവിദ്ധത്വ, ഏകത്വ, നിത്യത്വ, അശരീരത്വ, സർവഗതത്വം എന്ന് പറയുന്ന ഈ ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങളാണ് ആത്മാവിനെ സംബന്ധിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനെ നിഷേധിച്ചിട്ട് പറയുന്നു ഭക്ഷ്യമാണ്. ഇതൊക്കെ ഇനി പറയാൻ പോവുകയാണ്. ആത്മാവിന്റെ യാഥാത്മ്യം, സത്യം, അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത്ത് ഭാഗം മന്ത്രങ്ങളെന്നാണ്. അങ്ങനെ ശുദ്ധമായിരിക്കുന്ന ആ പരമാത്മ വസ്തുവാണ് ഓരോ ജീവാത്മാവും എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ തച്ച കർമ്മണ വിരുദ്ധീത, കർമ്മവുമായിട്ടിതിന് വിരോധം വരും. കർമ്മങ്ങളുമായിട്ടിതിന് യാതൊരു ബന്ധവുമില്ലാന്ന് വരും. കർമ്മങ്ങളെന്ന് പറയുമ്പോൾ വൈദിക കർമ്മവും അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങളും ഈ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മീമാംസകരുടെ സിദ്ധാന്തത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നതാണ്. അവർ പറയുന്നത് എന്താണ്? ആത്മാവ് കർമ്മം ചെയ്യുന്നു, അത് കർത്താവാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഇതിന് കർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർമ്മത്തിന് നേരെ വിരുദ്ധമായ സ്വഭാവമുള്ളതാണ് ആത്മാവ്. ഇതി എന്നുള്ളതുകൊണ്ട് യുക്തയേവ, വളരെ ശരിയാണ്, യോജിച്ചിരിക്കുന്ന കാര്യമാണെന്ത്? യേഷാം കർമ്മസു അവിനിയോഗ. ഈ മന്ത്രങ്ങളൊന്നും കർമ്മത്തിൽ ചൊല്ലേണ്ടവയല്ല, കർമ്മത്തിനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഈ മന്ത്രങ്ങളുടെ പൂർവ്വഭാഗത്തിൽ നിന്നുള്ള വ്യത്യസ്തതയെ എടുത്ത് കാണിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ മന്ത്രങ്ങളെല്ലാം ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുകയാണ് എന്നാണ്. എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് തികച്ചും സ്വതന്ത്രമായി പൂർവാപര ചിന്ത കൂടാതെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ സംബന്ധത്തെ കാണിക്കാൻ വേണ്ടി സംബന്ധ ഭാഷ്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിനൊരു ശരിയായ കർമ്മത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ആ വൈദികമായ കർമ്മകാണ്ഡത്തിന്റെ ഓരോ വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ്, അതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ്. അടുത്തിനി പറയാൻ പോകുന്നു അത് തന്നെയാണ്. ഇത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളുന്നത് ആ പൂർവ്വമീമാംസകരുടെ ആശയങ്ങൾ, അവരുടെ സിദ്ധാന്തങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ വാക്കും അവരുടെ ആശയങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആശയത്തെ ഉൾക്കൊണ്ട ഒരാളിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ശരിയായ പൊരുൾ മനസ്സിലാക്കുന്നു. അടുത്ത് വീണ്ടും പറയുന്നു നഹി ഏവൻ ലക്ഷണം ആത്മനോ യാഥാത്മ്യം. ഭാഷ്യത്തിൽ പറയുന്നു ഉത്പാദ്യം, വികാര്യം, ആപ്യം, സംസ്കാര്യം, കർത്തൃഭോക്തൃരൂപം വാ ഏന കർമ്മശേഷദാസ്യ. ഇത് നമ്മൾ ബ്രഹ്മസൂത്രത്തിനും ചർച്ച ചെയ്തതാണ്. അതായത് വൈദികമായ കർമ്മങ്ങൾ, കർമ്മത്തെ അവർ തിരിച്ചിരിക്കുന്നു. ഉത്പാദ്യം, വികാര്യം, ആപ്യം, സംസ്കാര്യം.
അങ്ങനെ 4 തരത്തിൽ കർമ്മങ്ങളെ അവിടെ തിരിച്ചിട്ടുണ്ട്. ഉത്പാദ്യം, ഒരു കർമ്മം ഉത്പാദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ മണ്ണ് കൊണ്ട് കുടം ഉണ്ടാക്കുന്നു. മണ്ണിൽ നിന്ന് കുടത്തെ ഉത്പാദിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ കുടം എന്ന് പറയുന്നത് ഉത്പാദ്യമാണ്. മണ്ണിൽ നിന്ന് കുടത്തെ ഉണ്ടാക്കുന്നുണ്ട്. വികാര്യം, അവിടെ നടക്കുന്ന കർമ്മം ഉത്പാദന കർമ്മമാണ്. അതിൽ നിന്ന് ഉത്പാദ്യമായ വസ്തു ഉണ്ടാകും. വികാരം എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുമ്പോൾ അതിൽ നിന്ന് വികാര്യമായ വസ്തു ഉണ്ടാകും. പാല് തൈരായി മാറുന്ന വികാര്യത്തിന് ഉദാഹരണമാണ്. അതിന് പരിണാമം സംഭവിക്കുന്നു. വികാരപ്പെട്ടത് തൈരായി മാറുന്നു. ആപ്യം, പശുവിൽ നിന്ന് പാല് കറന്നെടുക്കുന്നു. അത് ഒരു പ്രവൃത്തിയിലൂടെ ഒരു വസ്തുവിനെ പ്രാപിക്കുകയാണ്. അത് ആപ്യം എന്ന് പറയുന്നു. കറക്കുന്നതിന് മുമ്പ് പാലുണ്ടായിരുന്നില്ല, കറന്നതിന് ശേഷം പാല് കിട്ടുന്നു. അത് പ്രാപിക്കപ്പെടുന്നത് എന്നർത്ഥം. ആപ്യം ഒരു പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്ന ആപ്യം. സംസ്കാരം, മന്ത്രം ജപിച്ചുകൊണ്ട് ജലം പ്രോക്ഷിക്കുക, കുടയുക, യാഗത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ, അതുകൊണ്ടത് സംസ്കരിക്കപ്പെടുന്നു എന്നർത്ഥം. നമ്മൾ സാധാരണ തീർത്ഥം വാങ്ങി തലയിൽ കുടയുന്ന പോലെ. അപ്പോൾ അവിടെ സംസ്കാര്യമായ ഒരു കർമ്മമാണ്. പ്രത്യക്ഷമായ ഫലമൊന്നും കാണുന്നില്ല, പക്ഷെ എന്തോ ഒരു അധിഷ്ഠം അതിൽ സംഭവിക്കുന്നു. അപ്പോൾ യാഗത്തിൽ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംസ്കാരിക കർമ്മങ്ങളുണ്ട്. ഒരു ചടങ്ങുണ്ട്, ജലം പ്രോക്ഷിക്കുകയും മന്ത്രം ചൊല്ലി ഒന്നിനെ പവിത്രമാക്കും. സംസ്കാര്യമാണ്. ഇത്തരത്തിലെല്ലാം ഉള്ള കർമ്മങ്ങളുണ്ട്. പിന്നെ കർത്തൃത്വം, ഭോക്തൃത്വം ഉണ്ട്. നേരത്തെ പറഞ്ഞതാണ്. ഇതൊന്നും ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, കർമ്മത്തിന്റെ തലത്തിലാണ്. കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ എവിടെ നിൽക്കുന്നു? അന്ധകരണത്തിൽ, ആത്മാവിലല്ല. കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഉണ്ടെന്ന് സ്വീകരിക്കാം, പക്ഷെ അതെല്ലാം അന്ധകരണത്തിലാണ്, ആത്മാവിലല്ല. ഇതൊന്നും ആത്മാവിലില്ല. ഏന, ഇതെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ കർമ്മശേഷത സ്യാദ്, ആത്മാവിനെയും നമുക്ക് കർമ്മത്തിന്റെ ഭാഗമായി സ്വീകരിക്കാമായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. ആത്മാവിൽ ഈ പറയുന്ന ഉത്പാദ്യം, വികാര്യം, ആപ്യം, സംസ്കാരം തുടങ്ങിയ കർമ്മങ്ങളൊന്നുമില്ല. അത്തരം കർമ്മഫലങ്ങളൊന്നുമില്ല. കർത്തൃത്വം, ഭോക്തൃത്വം ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. അത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, സർവാസാം ഉപനിഷദാം, ഭാഷ്യത്തിൽ പറയുന്നു, ആത്മ യാഥാത്മ്യ നിരൂപണേ നൈവ ഉപക്ഷയാ. എല്ലാ ഉപനിഷത്തുകളും, സർവാസാം ഉപനിഷദാം, എല്ലാ ഉപനിഷത്തുകളും ആത്മയാഥാത്മ്യ നിരൂപണേന, ആത്മാവിന്റെ യാഥാർത്ഥ്യം, ആത്മാവിന്റെ സ്വരൂപത്തെ നിരൂപണം ചെയ്തുകൊണ്ട് ഉപക്ഷയാ, ചരിതാർത്ഥമാകുന്നു. ആത്മസ്വരൂപത്തെ നിരൂപണം ചെയ്തുകൊണ്ട് സർവ ഉപനിഷത്തുകളും ചരിതാർത്ഥമായിരിക്കുന്നു. ആ നിരൂപണത്തിലൂടെ ഉപനിഷത്തുകൾ ചാരിതാർത്ഥ്യമടയുന്നു എന്നാണ്. അതിന് പിന്നെ കർമ്മവുമായിട്ടൊന്നും കൊണ്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഗീതാനാം മോക്ഷധർമാണാം ച ഏവം പരത്വാ. ഗീത, ഭഗവത്ഗീത, മോക്ഷധർമ്മം, മഹാഭാരതത്തിനും മറ്റും വരുന്ന മോക്ഷധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ, ഭാഗങ്ങൾ, ശാസ്ത്രഭാഗങ്ങൾ, സ്മൃതികൾ, ഇതെല്ലാം എന്താണ്? ഏവം പരത്വ, ഇതിന്റെ എല്ലാം താല്പര്യം ഇത് തന്നെ. എല്ലാം ആത്മസ്വരൂപത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തസ്മാ ആത്മനോ അനേകത്വ കർത്തൃത്വ ഭോക്തൃത്വാദിച്ച അസിദ്ധത്വ പാപവിദ്ധത്വാദിച്ച ഉപാദായ ലോകബുദ്ധിസിദ്ധ കർമാണി വിഹിതാനി. ഇതെല്ലാം പറയുമ്പോൾ നമുക്കൊരു സംശയം വരും. അങ്ങനെയാണെങ്കിൽ ഈ വേദത്തിന്റെ പൂർവകാണ്ഡം അത് അബദ്ധമാണോ അത് ഈ പറയുന്നത്? പൂർവമീമാംസകർ ചർച്ച ചെയ്ത് ആത്മാവിനെ കുറിച്ച് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇത് അബദ്ധമാണോ? ഇതെല്ലാം തികച്ചും അനാവശ്യമാണോ കർമ്മകാണ്ഡം? അതല്ലെന്നാ പറയുന്നത്. അതിനൊരു സ്ഥാനമുണ്ട്. കർമ്മകാണ്ഡത്തെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അദ്വൈതം എന്ന് പറയുന്ന ആശയവുമായി തുലനം ചെയ്ത് അതിന് തുല്യതയില്ല എന്ന് സ്ഥാപിക്കുകയാണ്. അല്ലാതെ അത് നിരുപയോഗമാണ്, അന്തസ്സാരശൂന്യമാണെന്ന് പറഞ്ഞ് നിഷേധിച്ച് കളയുകയല്ല ചെയ്യുന്നത്. കർമ്മത്തിന്റെ തലത്തിൽ അതിനും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് അദ്വൈതത്തിൽ കർമ്മത്തെ നിഷേധിക്കുന്നിടത്തല്ല,
അദ്വൈതം കർമ്മവിരോധിയാണ് എന്ന് പറയുന്നിടത്തെല്ലാം ആ നിഷേധത്തിന്റെ താല്പര്യം ആത്യന്തികമായി അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ ധരിക്കരുത്. അദ്വൈതം കർമ്മത്തിന് വിരോധമാണ് എന്ന് നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. കർമ്മത്തിൻ്റെതായ ഒരു തലത്തിൽ കർമ്മത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ വിഹിത കർമ്മങ്ങളെന്ന് പറഞ്ഞു. വേദം അതും വിധിച്ചിരിക്കുകയാണ്. അദ്വൈതത്തിൻ്റെതായ ഒരു തലത്തിൽ കർമ്മത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല കർമ്മത്തിന് ഒരു തലമില്ലെന്നോ അത് പ്രസക്തമല്ലെന്നോ അത് അനുഷ്ഠാനയോഗ്യമല്ലെന്നോ അത് അസംബന്ധമാണെന്നോ എന്നും അദ്വൈതി ഒരിടത്തും പറയുന്നില്ല. ആചാര്യസ്വാമികൾ ഒരിടത്തും പറയുന്നില്ല. അദ്വൈതത്തിന്റെ തലത്തിൽ അതിന് പ്രസക്തിയില്ല എന്നേയുള്ളൂ. അതിൻ്റെതായ തലത്തിൽ അതിനൊരു പ്രസക്തിയുണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം സാർത്ഥകമാണ്. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ വേദം ഭാഗികമായി അസംബന്ധമെന്ന് പറയും. ഭാഗികമായി അസംബന്ധമാണെങ്കിൽ വേദത്തിന്റെ ഉത്തരകാണ്ഡവും അസംബന്ധമാണെന്ന് പറയേണ്ടി വരും. ഒരു ഭാഗം മാത്രം ശരിയും ഒരു ഭാഗം മാത്രം തെറ്റുമെന്ന് സമർത്ഥിക്കാൻ പറ്റത്തില്ല വേദത്തിൽ. അതുകൊണ്ട് വേദം സമ്പൂർണവും പ്രമാണമാണ്. അങ്ങനെ പ്രമാണമാകണമെങ്കിൽ വേദത്തിലെ കർമ്മകാണ്ഡത്തെയും അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ കർമ്മകാണ്ഡത്തെയും അദ്വൈതി പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു തലമുണ്ട്, അവിടെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് കർമ്മത്തിന് വിരോധിയാണ് അദ്വൈതം. അത് പൂർണ്ണമായും നിഷേധിച്ച് അതിനെയൊക്കെ നശിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് അബദ്ധമാണ്. അങ്ങനെയല്ല. എല്ലാത്തിനും അതാതിന്റെ സ്ഥാനങ്ങളിൽ അതിൻ്റെതായ മൂല്യമുണ്ട് എന്നാണ് അദ്വൈതം പറയുന്നത്. അല്ല ഒന്നിനെയും പാടെ നിഷേധിച്ച് ഇല്ലായ്മ ചെയ്യുന്നില്ല ഒന്നിനും. അതുകൊണ്ട് മറ്റു സർവശാസ്ത്രങ്ങളും എന്തിന് ചാർവാക മതം പോലും അതിൻ്റെതായ സ്ഥാനത്ത് അതിനൊരു നിലനിൽപ്പിനെ അംഗീകരിക്കുന്നുണ്ട്. അല്ല ഒന്നിനെയും പൂർണ്ണമായി. അതുകൊണ്ടാണ് അദ്വൈതം സർവത്തെയും ഉൾക്കൊള്ളുന്ന ശാസ്ത്രം എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തിന് മാത്രമേ സർവത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. സർവത്തെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. വ്യാവഹാരിക തലത്തിൽ എന്തെല്ലാം, കാരണം ഉൾക്കൊള്ളാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ നന്മയും ജന്മയും സർവവും ഈശ്വര സൃഷ്ടമാണ്. ഈശ്വര സൃഷ്ടമായ സർവത്തെയും അംഗീകരിച്ചേ മതിയാവും, സ്വീകരിച്ചേ മതിയാവും. സ്വീകരിച്ചില്ലെങ്കിലും അതൊക്കെ നിലനിൽക്കും. നിഷേധിക്കുന്നതുകൊണ്ട് മാത്രമൊന്നില്ലാതാകുന്നുമില്ല. വാക്കുകൊണ്ടോ ബുദ്ധികൊണ്ടോ നിഷേധിക്കുന്നതുകൊണ്ട് ഒരു വസ്തുതയെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സർവത്തിനും, സർവശാസ്ത്രങ്ങൾക്കും സർവസിദ്ധാന്തങ്ങൾക്കും അദ്വൈതത്തിൽ സ്ഥാനമുണ്ട്. പിന്നെ അദ്വൈതയുടേതായ നില അത് വേറെ ഒന്ന് എന്ന് മാത്രമേ നിഷേധങ്ങൾ കൊണ്ട് അർത്ഥമാകുന്നുള്ളൂ. അല്ല ഒന്നിന്റെ ശൂന്യത അല്ലെങ്കിൽ ഇല്ലായ്മയല്ല അത് ബോധിപ്പിക്കുന്നു. അത് തന്നെ ഇവിടെ വീണ്ടും പറയുന്നു. വേദത്തിലെ കർമ്മകാണ്ഡം, അവരുടെ ആശയങ്ങൾ, അവരുടെ സിദ്ധാന്തങ്ങൾ, ഇതിനെല്ലാം ഒരു നിലനിൽപ്പുണ്ട്, ഒരു പ്രസക്തിയുണ്ട്. അതാണ് പറയുന്നത് തസ്മാത്. അതുകൊണ്ട് ആത്മനും ആത്മാവിന്റെ അനേകത്വം അത് അംഗീകരിക്കാം, കർത്തൃത്വം അതും അംഗീകരിക്കാം, ഭോക്തൃത്വം അതിനെ സ്വീകരിക്കാം, അശുദ്ധത്വം എന്ന് പറഞ്ഞാലും ദോഷമില്ല, ആത്മാവ് അശുദ്ധമാണ്, പാപവിദ്ധത്വം ആത്മാവിൽ പാപമുണ്ട് അത് സ്വീകരിക്കാം, ഉപാദായ ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് ലോകബുദ്ധിസിദ്ധ കർമാണി, ലോകബുദ്ധിക്ക് ഇണങ്ങുന്ന കർമ്മങ്ങൾ, സാധാരണ മനുഷ്യന് അവന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ വിഹിതാനി വേദം തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വേദത്തിന്റെ ആ വിധികളെ നമുക്ക് പാടെ തള്ളിക്കളയാൻ സാധ്യമല്ല. ലോകത്തിൽ ഈ അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ ഉൾക്കൊള്ളാനുള്ള പുണ്യപരിഭാഗവും സത്വശുദ്ധിയും അന്ധകരണശുദ്ധിയും എല്ലാം എത്തിച്ചേർന്നത് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത്. ഓടാനോടി മനുഷ്യർക്ക്, സഹസ്രം എന്ന് വെച്ചാൽ 1000 എന്നുള്ള അർത്ഥം അനന്തമെന്നാണ്. അനന്തജീവന്മാരിൽ ആർക്കെങ്കിലുമൊക്കെ സാധ്യമാണ്. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ളത് കർമ്മം തന്നെ. കർമ്മമണ്ഡലത്തിലേ നിൽക്കാൻ പറ്റും. അപ്പോൾ കർമ്മങ്ങൾക്കെല്ലാം അവിടെ സാർത്ഥകതയുണ്ട്. കർമ്മം അനുഷ്ഠിച്ച് തന്നെ തീരണം. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും വരും. ഏതിനാണോ നിഷേധിച്ചുകൊണ്ട് തുടങ്ങിയത് അവസാനം അവിടെ തന്നെ വന്നു ചേരും. ഇതെല്ലാം മനസ്സിലാക്കുക. അവസാനം തനിക്ക് പറ്റിയ എന്താണെന്ന് ആർജവത്തോടുകൂടി അംഗീകരിക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. അവിടെ ആർജവം എന്ന് പറയുന്ന ഒരു മുഖ്യമായ ഒരു കാര്യമാണ്.
നേരെ വാ നേരെ പോകുമെന്ന് ചിന്തിക്കുക. അദ്വൈതി എന്ന് ഭാവന ചെയ്യാൻ എളുപ്പമാണ്, സുഖമാണ്, അലസന്മാർക്ക് വിശേഷിച്ചു. പക്ഷെ അത് അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരുവാൻ യോഗ്യത ഒരു മുഖ്യമായ ഘടകമാണ്. എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന ത്യക്തേന ഭുഞ്ചീത, ത്യാഗത്തിലൂടെ ആത്മാവിനെ രക്ഷിക്കൂ എന്നാണ്. സർവകർമ്മ പരിത്യാഗം. ആ ത്യാഗം എളുപ്പമല്ല എന്നർത്ഥം. ഇവിടെ പറഞ്ഞല്ലോ ലോകബുദ്ധി സിദ്ധം. ലോകബുദ്ധി എന്ന് പറയുന്നത് ജീവബുദ്ധി എന്നാണ്. ലോകമെന്ന് വെച്ചാൽ ജീവന്മാരെന്നാണ് അർത്ഥം അദ്വൈതത്തിൽ. ലോകബുദ്ധി എന്ന് വെച്ചാൽ ജീവബുദ്ധി. അപ്പൊ ജീവന്മാരുടെ എല്ലാം ബുദ്ധിക്ക് സിദ്ധമായിരിക്കുന്ന, സമ്മതമായിരിക്കുന്നതാണെന്ത്? ഈ കർമ്മങ്ങളെല്ലാം. അതിന് അപവാദമായിട്ട് ആ ലോകബുദ്ധിയിൽ നിന്നും വേറിട്ട ബുദ്ധികളെന്ന് പറയുന്നത് ഈ ലോകത്തിൽ അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. അപൂർവം ജീവന്മാരെ ഉണ്ടാകത്തുള്ളൂ. മുക്തപുരുഷന്മാർ അപൂർവം പേരെ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം നമ്മൾ ഭാവന ചെയ്താലേ ശരി. ഞാനിപ്പോ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി എന്ന് വിചാരിച്ചാലും ഒരുത്തിനും സന്യാസിയാകത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെ സന്യാസിയായി എന്ന് കരുതുന്നവനും വീണ്ടും എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്? വീണ്ടും കർമ്മം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളെല്ലാം ത്യജിച്ചു എന്ന് സ്വയം സമാധാനിച്ചാലും അതൊരു മാനസിക സമാധാനം മാത്രം. വീണ്ടും അവന്റെ മനസ്സ്, ഇന്ദ്രിയം എല്ലാം നിൽക്കുന്നവിടെ കർമ്മമണ്ഡലത്തിൽ തന്നെ, പ്രവൃത്തി മണ്ഡലത്തിൽ. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ലോകബുദ്ധി അങ്ങനെയാണ്. ജീവബുദ്ധി എന്ന് പറയുന്നത് കർമ്മത്തെ വിടാനുള്ള ബുദ്ധിയല്ല, കർമ്മമണ്ഡലത്തിൽ നിൽക്കാനുള്ള ബുദ്ധിയാണ്. അപ്പോ നമ്മുടെ സന്യാസം എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കത്തുള്ളൂ, കർമ്മമണ്ഡലത്തിലേ നിൽക്കത്തുള്ളൂ. കർമ്മമണ്ഡലം വിട്ട ഒരു സന്യാസം എന്ന് പറയുന്നത് അത് ലോകബുദ്ധി, ഇവിടെ പറയുന്നത് ലോകബുദ്ധി സിദ്ധമല്ല. അത് ഏതെങ്കിലും അപൂർവ ബുദ്ധിയിൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ത്യാഗം എന്നുള്ള ആശയത്തിനെ വളരെ പരിമിതപ്പെടുത്തി മാത്രമേ പ്രായോഗികമായി ഉപദേശിക്കാനും അനുഷ്ഠിക്കാനും പറ്റത്തുള്ളൂ. അത് ഇവിടെ പറയുന്ന, നേരത്തെ പറഞ്ഞ ശുദ്ധത്വം, അപാപവിദ്ധത്വം, ഏകത്വം എന്നുള്ള ആ ബുദ്ധിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ഇവിടെ വേദം ഇതിൽ ഒരു വാക്കുപോലും പാടില്ല. അതെന്ത് ചെയ്യുന്നു? ലോകബുദ്ധിസിദ്ധമായിരിക്കുന്ന കർമ്മങ്ങളെ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ കർമ്മമണ്ഡലമാണ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം പൊതുവെ, അല്ലാതെ ജ്ഞാനമണ്ഡലമല്ല. അതിൽ നിഷ്ഠ കിട്ടുക എന്ന് പറയുന്നത് അപൂർവം പേർക്ക് അത് സാധ്യമാണ് എന്നർത്ഥം, അല്ലാതെ അത് സാധ്യമല്ല. അതുകൊണ്ട് അതെല്ലാം വിധിച്ചിരിക്കുന്നു, അതെല്ലാം സാർത്ഥകമാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇത്തരം വിസ്തരിച്ച് ഭാഷ്യങ്ങളൊക്കെ എന്തിനെഴുതണം? ഉപനിഷത്തുകളെയൊക്കെ വ്യാഖ്യാനിച്ച് ഇത്രയും വലിയൊരു അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതല്ലേ ഉള്ളൂ. എന്താണ്? ഈ തത്വത്തിന്റെ ഒരു ബോധം ഉണ്ടാക്കിത്തരില്ല. കാര്യങ്ങളിൽ അവനവന്റെ വാസനയ്ക്കനുസരിച്ച് പൊക്കോളും. അത് എഴുതുന്ന ഭാഷ്യകാരനും അറിയാം, പഠിക്കുന്നവനും മനസ്സിലാവും. ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഈ ഒരു തത്വബോധം ഉണ്ടായിരിക്കുക, ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ പ്രയോഗത്തിലേക്ക് വരുമ്പം അങ്ങനെയല്ല കാണുന്നതും പ്രവർത്തിക്കുന്നതും. എന്തുകൊണ്ട്? ലോകബുദ്ധി സിദ്ധമായിരിക്കുന്നത് ഇങ്ങനെയാണ്. കർമ്മമാണ് ലോകബുദ്ധിക്ക് സിദ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് അത് വേദത്തിൽ വിധിച്ചിരിക്കുന്നു. അതിനെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അതെല്ലാം അനുഷ്ഠിച്ച് തന്നെ തീരണം. അതിന് മായം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ, ഉള്ളതിന് ഉള്ളതുപോലെ അംഗീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുക. അതാണ് ജീവന്മാർക്ക് ചെയ്യാനുള്ളത് എന്നർത്ഥം. പിന്നെ വിധി നിഷേധങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ മണ്ഡലങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഏത് കർമ്മങ്ങൾ ചെയ്യണം, ഏത് കർമ്മം. അതുകൊണ്ട് പരിപൂർണമായ കർമ്മത്യാഗമല്ല, പക്ഷെ കർമ്മത്യാഗത്തിലേക്ക് ഒരുവനെ നയിക്കുന്നതിന് വേണ്ടി ബാഹ്യമായ ചില കർമ്മത്യാഗങ്ങൾ ആവശ്യമായിട്ട് വരും. അസാധ്യമായിരിക്കുന്നത് ആന്തരികമായ കർമ്മത്യാഗമാണ്. ബാഹ്യമായ കർമ്മത്യാഗങ്ങൾ നമുക്ക് ഏറെക്കുറെ സാധ്യമാണ്. അസാധ്യമായ കർമ്മത്യാഗങ്ങളുണ്ട് ബാഹ്യമായി തന്നെ, എന്നാലും സാധ്യമായ കർമ്മത്യാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. ബാഹ്യമായി ഏത് കർമ്മങ്ങളെ സ്വീകരിക്കാം, ബാഹ്യമായി ഏത് കർമ്മങ്ങളെ ത്യജിക്കാം. നമ്മൾ സന്യാസം എന്ന് പറയുന്നത്, ചതുരാശ്രമം, അതിൽ വരുന്ന സന്യാസം എന്ന് പറയുന്നത് കേവലം ബാഹ്യമായ കർമ്മത്യാഗമാണ്. ചില കർമ്മങ്ങളെ ത്യജിക്കുക എന്നർത്ഥം.
അല്ല ആന്തരികമായ കർമ്മത്യാഗം അല്ല. ആ ബാഹ്യമായ കർമ്മത്യാഗം ആന്തരികമായ കർമ്മത്യാഗത്തിന് ഒരു ഉപായമാകാം, ആയി മാറാം എന്നർത്ഥം. ബാഹ്യമായ കർമ്മത്യാഗം എന്തിനു വേണ്ടി സ്വീകരിക്കുന്നു? തത്വവിചാരത്തിന് വേണ്ടിയിട്ട് ബാഹ്യമായ കർമ്മത്യാഗത്തെ സ്വീകരിക്കുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അപ്പോൾ ബാഹ്യമായ കർമ്മത്യാഗത്തിലൂടെ തത്വവിചാരത്തിലൂടെ ആന്തരികമായ കർമ്മത്യാഗത്തിൽ എത്തിച്ചേരുക. അതിനു വേണ്ടിയിട്ടാണ് സന്യാസം എന്ന് പറയുന്നതിനെ ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് സന്യാസത്തിന് നമ്മൾ പറയുന്നത് വിവിധിഷ സന്യാസം എന്ന് പറയും. തത്വബോധത്തെ പ്രാപിക്കാൻ വേണ്ടിയുള്ള സന്യാസം. അതിനെക്കുറിച്ചുകൂടെ ചർച്ച ചെയ്യും. ആ സന്യാസം അപ്രസക്തം എന്നുള്ളതല്ല, അതിനൊരു പ്രസക്തിയുണ്ട്. പക്ഷെ അതിന്റെ സ്ഥാനം എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതിനെ ഏറ്റക്കുറച്ചിലില്ലാതെ നമ്മൾ മനസ്സിലാക്കണം. അതിവിടെ ഇനി ചർച്ച ചെയ്യും. ഇവിടെ പറയുന്ന എന്താണ്? ലോകബുദ്ധി സിദ്ധമായിരിക്കുന്ന കർമ്മങ്ങളെ വേദം വിധിച്ചിരിക്കുന്നു, അതിനൊരു പ്രസക്തിയുണ്ട്. പക്ഷെ പരമാത്മ തത്വം എന്താണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ കർമ്മത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്നാണ്. അതാണ് വീണ്ടും അതിനെ വിശദീകരിക്കുന്നത്. യോഹി കർമ്മഫലേന അർത്ഥി. ഇനി എന്താണ്? സാധാരണ ലോകബുദ്ധിയിൽ തന്നെ കർമ്മഫലത്തോട് ആഗ്രഹമുള്ളവരുണ്ട്. കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നത് പൊതുവെ കർമ്മഫലമാണ്. കർമ്മം ചെയ്യുന്നതിന് പ്രേരകമായിരിക്കുന്നത്. കർമ്മത്തിന് ഒരുവനെ പ്രേരിപ്പിക്കുന്ന വാസ്തവത്തിൽ എന്താണ്? വാസ്തവത്തിൽ കർമ്മത്തിന് ഒരുവനെ പ്രേരിപ്പിക്കുന്നത് അധിഷ്ഠമായ വാസനയാണ്. അതാണ് ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. കർമ്മമണ്ഡലത്തിലേക്ക് ഒരുവനെ ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല. കർമ്മഫലത്തിലുള്ള ആഗ്രഹവും പ്രത്യക്ഷമായ ആഗ്രഹമല്ല, മറിച്ച് ദുഷ്ടമല്ലാതിരിക്കുന്നു. കേനാപി ദേവേന എന്ന് പറയുന്നത് ഏതോ ഒരു ദേവൻ ഉള്ളിലിരുന്ന് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ് ഒരുവൻ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുന്നത്. നമ്മൾ പറയുമല്ലോ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ. അത് ഭക്തന്മാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. വാസ്തവത്തിൽ അതല്ല. നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പ്രേരിപ്പിക്കും, പുറത്ത് പ്രവർത്തിക്കണം. കാരണം പ്രവർത്തിക്കാതിരിക്കാൻ വയ്യ, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കർമ്മം ചെയ്തേ പറ്റൂ. പിന്നെ നമ്മളൊരു സമാധാനം കണ്ടെത്തുകയാണ്. എന്താണ്? അത് ലോകനന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മുടെ ബലഹീനതയുടെ ഒരു സാധൂകരണമാണ്. കർമ്മം ചെയ്യാതിരിക്കാൻ അവന് കഴിയത്തില്ല. കാരണം എന്താണ്? വാസന. അനേക ജന്മങ്ങളിൽ ആർജിച്ചിരിക്കുന്ന വാസനകൾ അവന് കർമ്മത്തിൽ നിരന്തരം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മനുഷ്യൻ കർമ്മത്തിന് പ്രവർത്തിക്കുന്നത്. പിന്നെ അങ്ങനെ കർമ്മമണ്ഡലത്തിലേക്ക് വരുന്നവർക്ക് ചിലപ്പോൾ അവരുടെ ധർമാധർമ്മ വിചാരം കൊണ്ട്, പുണ്യപാപ വിചാരം കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്ന് തോന്നും. അങ്ങനെ സൽക്കർമ്മങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ പിന്നെ ജനനന്മയും ലോകസേവനവും ഒക്കെ നമ്മൾ പിന്നെ അത് കൂട്ടിച്ചേർക്കുന്നതാണ്. പക്ഷെ കർമ്മപ്രേരകം എന്ന് പറയുന്നത് അതല്ല, വാസന തന്നെയാണ് കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കർമ്മഫലേന അർത്ഥി. അങ്ങനെ വാസന കൊണ്ട് കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവൻ കർമ്മഫലത്തെയും ആഗ്രഹിക്കുന്നു. കർമ്മഫലം എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ സാധാരണ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഉറങ്ങുക, എഴുന്നേൽക്കുക, നടക്കുക, ഇരിക്കുക, കിടക്കുക, ഇതൊന്നും ഒരു കർമ്മമേ അല്ല. എന്തുകൊണ്ട്? ഇതെല്ലാം സഹജമായ പ്രേരണ കൊണ്ട് ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിനും മനസ്സിനുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കർമ്മമെന്ന് പ്രത്യേകിച്ച് ഗണിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ചില ഭാഗങ്ങളിൽ ഇതിനെയും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഗീതയിലും മറ്റും. എന്നാലും പൊതുവെ ഇവിടെ വരുമ്പം കർമ്മം എന്ന് പറയുന്നത് വൈദികമായ കർമ്മങ്ങളാണ്. ഞാൻ നേരത്തെ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, വൈദികമായ കർമ്മങ്ങളുടെ ഫലത്തെ ആഗ്രഹിക്കുന്നവൻ അതാണ് ദൃഷ്ടേന ബ്രഹ്മവർച്ചസാധന. ദുഷ്ടമായ ഫലങ്ങളുണ്ട് വൈദിക കർമ്മങ്ങൾക്ക്. അതൊന്നാണ് ബ്രഹ്മവർച്ചസ് എന്ന് പറയുന്നത്. വർച്ചസ് എന്ന് പറഞ്ഞാൽ തേജസ്. ബ്രഹ്മവർച്ചസ്, ബ്രഹ്മസംബന്ധിയായിട്ടുള്ള തേജസ്. ബ്രഹ്മം എന്ന് വെച്ചാൽ വേദം. ബ്രഹ്മവർച്ചസ്, വേദസംബന്ധിയായിട്ടുള്ള തേജസ്. ഈ കർമ്മങ്ങളിൽ മുഖ്യമായിട്ടുള്ള ഒന്ന് വേദാധ്യയനമാണ്.
ഇത് പറയണം. ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇതൊരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നു. അന്ന് പ്രധാന കർമ്മം എന്ന് പറയുന്നത് വേദാധ്യയനമായിരുന്നു. അപ്പോ അന്നത്തെ ആ വേദാധ്യയനം എന്ന് പറയുന്ന കർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേദാധ്യയനത്തിൽ നിന്ന് വേദാധ്യയനം കൊണ്ടുണ്ടാകുന്ന തേജസ് ഉണ്ടാകും. അധ്യയനം ചെയ്യുന്നവർ അതിനെയാണ് ബ്രഹ്മ തേജസ് എന്ന് പറയുന്നത്. തപസ്സുകൊണ്ട് വേദാധ്യയനം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന തേജസ്, ഒരു ദീപ്തി ആ വ്യക്തിയിലുണ്ടാകുന്നു. അത് ദുഷ്ടമായ ഫലമാണ്. നിരന്തരമായ വേദാധ്യയനം കൊണ്ട് ആ വ്യക്തിയിൽ അങ്ങനെ ഒരു തേജസ് ഉണ്ടാകും. നമ്മൾ സാധാരണ പറയുന്ന സിദ്ധികളെന്നൊക്കെ പറയുന്ന പോലെ ഒരു സിദ്ധിവിശേഷം ഉണ്ടാകും. ആ ബ്രഹ്മവർച്ചസ് എന്ന് പറയുന്ന ആ തേജസ്സിനെ ആഗ്രഹിച്ചുകൊണ്ട് വേദാധ്യയനം ചെയ്യുന്നു. ഫലം ദുഷ്ടമാണ്, സ്വയം തന്നെ അനുഭവപ്പെടുന്നു. ഇനിയുണ്ട് അദൃഷ്ടേന സ്വർഗാദന. ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അദൃഷ്ടമായ മരണശേഷം കിട്ടുന്ന സ്വർഗം അതിനുവേണ്ടി ചെയ്യുന്നതാണ് കർമ്മഫലേന അർത്ഥി. കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഫലത്തിന് വേണ്ടി ഇവിടെ തന്നെ ധാന്യാദികൾ, പശു, പുത്രാദികൾ ഇതിനൊക്കെ വേണ്ടി കർമ്മം ചെയ്യുന്നു. വൈദിക കർമ്മങ്ങൾ ഇതെല്ലാം എന്താണ്? പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ ഫലങ്ങളാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്നവനും എന്താണ്? ഇന്നത്തെ തലത്തിലല്ല അന്നത്തെ തലത്തിൽ പറയുകയാണ്. അന്നത്തെ നിയമമനുസരിച്ച് പറയുകയാണ്. ദ്വിജാതിരഹം. കർമ്മം ചെയ്യുന്നതിന് അധികാരിയുണ്ട്. ദ്വിജാതിയായിരിക്കണം എന്നുവെച്ചാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ 3 കൂട്ടർ. അവർക്ക് കർമ്മം ചെയ്യാൻ അധികാരമാണ്. ആ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ് കർമ്മം ചെയ്യുന്നതിനും വേദാധ്യയനത്തിന് ഈ 3 കൂട്ടർക്ക് അധികാരമുള്ളൂ. അതായിരിക്കണം. അങ്ങനെ ഉള്ളവരിൽ തന്നെ ചിലർക്കൊന്നും ഇതിന് യോഗ്യതയില്ല. കാണ കുബ്ജത്വാദി. കാണൻ, ഒറ്റക്കണ്ണൻ, കണ്ണിന് കേടുള്ളവൻ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. കുബ്ജൻ, കൂനുള്ളവൻ, മുടന്തുള്ളവൻ, ഇങ്ങനെയുള്ളവർക്കൊന്നും വൈദിക കർമ്മം ചെയ്യാൻ, കാരണം പല കർമ്മങ്ങളും ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കണ്ണ് ശരിക്കും കാണാൻ വയ്യാത്തവൻ ചെയ്തതെന്ന് പറയുന്നത് എന്താണ്? സൂക്ഷിച്ച് നോക്കി ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റത്തില്ല. കാലിന് മുടന്തുള്ളവൻ ചെയ്യരുതെന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അവന് പരിക്രമണം ചെയ്യുക പോലെയുള്ള പ്രവൃത്തികളുണ്ട്, അതൊന്നും ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് അവനൊന്നും ഇതിന് അധികാരിയല്ല എന്ന് പറഞ്ഞു. അനധികാരി പ്രയോജകം. കർമ്മത്തില് അധികാരിയല്ല എന്ന് കാണിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ഞാൻ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യനല്ലെങ്കിൽ വേദം അധ്യയനം ചെയ്യാൻ പറ്റത്തില്ല, കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള മുടന്തവനോ കണ്ണു കാണാത്തവനോ ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും എന്നിലില്ല. അനധികാരി പ്രയോജക ധർമ്മവാൻ. എന്റെ അധികാരിത്വത്തെ നശിപ്പിക്കുന്നതായ വിശേഷതകളും ഒന്നും എന്നിലില്ല. ഇതി ആത്മാനം മന്യതേ. അങ്ങനെ തന്നെ കുറിച്ച് ആരാണോ കരുതുന്നത്? എങ്ങനെ? ഞാൻ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യൻ ഉൾപ്പെട്ടവനാണ്, കർമ്മം ചെയ്യുന്നതിനുള്ള അധികാരങ്ങളെല്ലാം എനിക്കുണ്ട്, എന്നിൽ ദോഷങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നവൻ സോ അധിക്രിയതേ കർമ്മസു. അവനെ കർമ്മത്തിൽ അധികാരമുള്ളൂ. വേദാധ്യയനത്തിനും കർമ്മത്തിനും അധികാരമുള്ളൂ. ഇതി എന്നാണ് അധികാരവിദോ വദന്തി. കർമാധികാരത്തെക്കുറിച്ച് അറിയുന്നവർ പറയുന്നതെന്ന് വെച്ചാൽ മീമാംസകർ പറയുന്നത്. ഇത് മീമാംസകരുടെ അഭിപ്രായമാണ്. പൂർവ്വമീമാംസകരുടെ അഭിപ്രായം എന്താണ്? കർമ്മം ചെയ്യുന്നതിനും വേദം അധ്യയനം ചെയ്യുന്നതിനും അധികാരികളുണ്ട്, അവർക്കേ അത് പാടുള്ളൂ എന്നാണ് അന്നത്തെ വ്യവസ്ഥയിൽ പറയണം. അപ്പോൾ ഇതെല്ലാം അങ്ങനെയാണെങ്കിൽ എനിക്കിത് നിഷേധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആരും ക്ഷുഭിതരാകരുത്. അന്നത്തെ ഒരു വ്യവസ്ഥിതി ഇവിടെ പറയുകയാണ്. ആ വ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ ആചാര്യസ്വാമികളും കർമ്മം ചെയ്യുന്നതിനും വേദാധ്യയനം ചെയ്യുന്നതിനും ഇന്ന തരക്കാർക്കേ അവകാശമുള്ളൂ. അങ്ങനെയുള്ളവർ കർമ്മഫലത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയാണ് വേദം വിധിച്ചിരിക്കുന്നത് എന്നെല്ലാം സമ്മതിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ പൂർവ്വമീമാംസകർ സ്വീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ആചാര്യസ്വാമികളും അംഗീകരിച്ചിരിക്കുകയാണ്. അത് അന്നത്തെ വ്യവസ്ഥിതി, അന്നത്തെ നിയമങ്ങൾ അതാണ്, അതനുസരിച്ച് പറയുന്നു. ഇന്നത്തെ വ്യവസ്ഥിതിയിൽ നമ്മളതിനെ വിലയിരുത്തിയാൽ നമ്മൾക്ക് ക്ഷോഭം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്?
ഈ മന്ത്രങ്ങളെല്ലാം വേദത്തിലെ രണ്ട് ഭാഗമുണ്ട്. പറഞ്ഞതിന്റെ താല്പര്യം ഏതാണ്? ഒന്ന് പൂർവ്വകാന്ഡം. പൂർവ്വകാന്ഡത്തിൽ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കർമ്മത്തെ വിധിച്ചിരിക്കുകയാണ്. അതിൽ ആരാണ് കർമ്മം ചെയ്യേണ്ടതെന്നുള്ള അധികാരികളെ നിർണയിച്ചിട്ടുണ്ട്. അംഗവൈകല്യമുള്ളവർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ലാതുകൊണ്ട് അധികാരികളല്ല. ഇനി ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ എന്ന് പറയുന്ന 3 വിഭാഗത്തിൽപ്പെട്ടവർക്ക് കർമ്മം വേദ അധ്യയനത്തിനും കർമ്മം ചെയ്യുന്നതിനും അധികാരമുള്ളൂ. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. കാരണം ശൗചാചാരങ്ങളെല്ലാം പരിപാലിക്കുന്ന അവരായിരുന്നു. അതാണ് ഒരു പ്രധാന കാരണം. അത് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. മറ്റു വിഭാഗക്കാർ ശൗചാചാരങ്ങളൊന്നും പരിപാലിച്ചിരുന്നില്ല. പരിപാലിക്കാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ വേദത്തെ കൊടുക്കണ്ട, അവർ കർമ്മങ്ങൾ ചെയ്യണ്ട. ഇന്നും നമ്മളത് സൂക്ഷിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ക്ഷേത്രത്തിൽ കയറുക, പൂജ ചെയ്യുക, കുളിക്കാതെ വൃത്തിയില്ലാതെ കയറി പൂജ ചെയ്യാൻ നമ്മളാരെയും അനുവദിക്കാറില്ല. അപ്പോൾ അവിടെ ശൗചാചാരങ്ങൾ അതിനുവേണ്ടി നമ്മൾ പാലിക്കുന്നു. അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് വേദത്തിനെ വേദ വൈദിക കാര്യങ്ങളെ സംബന്ധിച്ചും സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ശൗചാചാരങ്ങളുള്ളവർ എന്ന് നമുക്കെടുക്കാം. അവർക്ക് വേണ്ടിയാണ് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത്. അത് കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവൻ അത് ചെയ്യുന്നു. അത് വേദസമ്മതമാണ്. ആ വേദഭാഗത്തെ ഇവിടെ പാടെ നിഷേധിക്കുന്നില്ല. എന്നാൽ വേദത്തിന്റെ ഉത്തരകാണ്ഡത്തിൽ പറയുന്ന ആത്മതത്വം അത് ഇതിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയല്ല. മറിച്ച് അവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഏകമാണ്, ശുദ്ധമാണ്, പുണ്യപാപരഹിതമാണ് എന്നാണ്. ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ഇനി വരുന്ന ഉപനിഷത്ത് ഭാഗങ്ങൾ എന്ന് പൂർവാപരങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടിവിടെ ചർച്ച ചെയ്യുകയാണ് ഭാഷ്യത്തിൽ. തുടർന്നുള്ള ഭാഗം നമ്മൾ അടുത്ത ദിവസം ചർച്ച ചെയ്യും. നമഃ പൂർണ്ണമിദം പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.